എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങളിപ്പോൾ ഉള്ളത് സർദാർജിയുടെ വർക്ക്ഷോപ്പിലാണ്. എല്ലാരും പോയി. എന്തുകൊണ്ട് പോയി? അതായത് സർദാർജി സാധനം എടുക്കാൻ പോയേക്കാണ്. മിസ്റ്റർ ഇലക്ട്രീഷ്യൻ ഇതുവരെ വന്നില്ല. ഇലക്ട്രീഷ്യൻ വന്നാൽ വണ്ടി സ്റ്റാർട്ടിംഗ് ആണ്. ഗൈസ് നോക്കൂ, കൃത്യം 10:30 ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അതായത് ഞങ്ങൾ റൂമിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഡയറക്റ്റ് ഇങ്ങോട്ടാണ് വന്നത്. ഗൈസ് നോക്കൂ, ഇന്ന് നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ട് പോയില്ല, നേരെ രാസ്ത കൂടി ഇങ്ങനെ ഇങ്ങോട്ട്. കോഹ്ലി അവിടെ ഉണ്ട് കേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വണ്ടിയുടെ അടുത്താണ്. ദിവസമല്ലേ ഇവനേതാ? ഇതിപ്പോ 7 ദിവസമായി. 7 ദിവസം. ഗൈസ്, കഴിഞ്ഞ 7 ദിവസമായിട്ട് ഞാനും ലിബിനും ഈ കൊച്ചി ചെറുക്കനൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സ്റ്റാർട്ട് ആക്കണേന്ന് പിഴച്ച ഇലക്ട്രീഷ്യൻ മുങ്ങിയത് കാരണം മാത്രമാണ് സംഭവിച്ചത്. സ്റ്റാർട്ട് ചെയ്യാതിരിക്കല്ലേ ഗൈസ്. അവൻ ഇന്നൊന്ന് പറയും, നാളെ വേറൊന്ന് പറയും. ഇവിടുത്തെ KSRTC വന്നുണ്ടോ? അവൻ 5000 ജമ്മു കാശ്മീരിന്റെ അവൻ 500 രൂപ. വീണ്ടും 50 രൂപ കൂടെ കുറച്ചാലോന്ന് ആലോചിക്കാം. 450 രൂപ. ഗൈസ് നോക്കൂ, അതായത് അവൻ ഇപ്പം വരാം പിന്നെ വരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ലാസ്റ്റ് കോഹ്ലിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്താവും എങ്ങനെയാവും അറിയത്തില്ല. നമ്മളെ വെറുതെ കൂടുതൽ പൈസ കൊടുത്ത് ഇവിടെ ഇവന്മാരെ നമ്മൾ പഠിപ്പിക്കണം കേട്ടോ. പിന്നീട് വരുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായി മാറും. അടുത്ത 10,000 ചോദിച്ചോളൂ അല്ലേ? ഗൈസ്, അതായത് ഇവര് വെറുതെ നമ്മൾ നമ്മൾ പൈസ കൊടുക്കാന്നേ ഉള്ളൂ കേട്ടോ. അവർ അതിനനുസരിച്ച് ചെയ്യത്തില്ല. അവര് പറയുന്ന പോലെ ഇവര് ചെയ്യത്തുള്ളൂ. മറ്റേ മുതലാളിയുടെ കുറ്റം പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വന്നത്. മുതലാളിക്ക് ഇത്ര സാലറി അവന് കൊടുക്കണം. ഞാൻ അന്വേഷിക്കുമ്പോൾ അതിനേക്കാൾ ഇരട്ടി പൈസ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കള്ളത്തരം പറയും നമ്മുടെ അടുത്ത് വരുന്നത്. നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ കള്ളത്തരം അവൻ പറയും. അത് കാരണം അവനെ നമ്മൾ നോക്കാം. ഗൈസ്, അതായത് ഞാൻ അതല്ല അതായത് നമ്മൾ ഇവർക്ക് എന്ത് പൈസ കൊടുക്കാന്ന് പറഞ്ഞാലും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും അതായത് ഇവിടുത്തെ കോഹ്ലി അല്ലെങ്കിൽ ശിവൻ പറയുന്ന പോലെ ഇവർ ചെയ്യത്തുള്ളൂ. അപ്പം വെറുതെ നമ്മൾ പൈസ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ കോഹ്ലിനെ കൊണ്ട് മാക്സിമം കാര്യങ്ങൾ ചെയ്യിക്കുക എന്നുള്ളൂ. ഓൾറെഡി പണിയുടെ പൈസ മൊത്തം കൊടുത്തതാണ്. അപ്പം അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ. അവർ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത്ര നേരം വരെ അവരിവിടെ ഉണ്ടായിരുന്നു. പൊട്ടിയിട്ടുണ്ടല്ലോ. പൊട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവരതെന്തോ ഊരിക്കൊണ്ട് പോയതാണ്. എന്താ ഊരിയിട്ടുണ്ട്? പമ്പിൻ്റെ എന്തോ സാധനം ഊരിക്കൊണ്ട് പോയത്. സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ എണ്ണ വരുന്നുണ്ടാവില്ല. ഇത് മറ്റേ ഇതെന്തിൻ്റെ ആയിരുന്നു? പവർ സ്റ്റിയറിംഗ് ഓയിലാന്ന് തോന്നുന്നു. എന്തോ ഓയിൽ സംഭവങ്ങളൊക്കെ ഇതൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട്. അതാ ഈ കാണുന്നത്, കണ്ടില്ലേ ഗൈസ്? അതായത് ഓരോ സാധനങ്ങളായിട്ട് ഇവർ തുറന്ന് ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് ഓരോ കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ കമന്റ് അടിക്കുക, ആ സാധനം പോയില്ല ഈ സാധനം പോയില്ല എന്ന് ചോദിക്കുന്നത്. എല്ലാ സാധനം പോകുന്നുണ്ട്, എല്ലാ സാധനം പുതിയത് കയറുന്നുണ്ട്. അതെ, അതാണ് യാഥാർത്ഥ്യം. ഇതായത് ഇത് എനിക്ക് തോന്നുന്നു 5 വർഷം ഡീകമ്മീഷൻ വേണ്ടി കിടന്ന വണ്ടിയാണ്. 5 ആർമിയിൽ നിന്ന് വണ്ടി അങ്ങനെയൊന്നുമില്ല കണ്ടം ചെയ്യുന്നത്. അതായത് വണ്ടിയുടെ സംഭവങ്ങളും കാര്യങ്ങളും പറഞ്ഞ് ഇവരെന്തോ ഇത് വെക്കും, എന്നിട്ട് അതിൻ്റെ എന്തോ ഇത് കണ്ടം ചെയ്യാനുള്ള, അതായത് ഡീകമ്മീഷൻ അങ്ങനെ പറയുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ചെയ്യാനുള്ള സംഭവത്തിന് പെർമിഷൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പെർമിഷൻ വന്ന് കണ്ടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് എത്രയോ നാൾ കഴിഞ്ഞാൽ ഇത് ലേലത്തിന് വരുന്നത്. അങ്ങനെയാണ് ഇത് കുറേ നാളെടുക്കും നമ്മുടെ കൈ കിട്ടണേ. പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേലം വിളിക്കാൻ തന്നെ ഭയങ്കര പ്രോസസ്സാണ്. അതിന് എന്തോ അക്കുഡമേറ്റ് ഒക്കെ വേണം, സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്കൊന്നും ഡാറ്റ് പോയിട്ട് വിളിക്കാൻ പറ്റും. അല്ല SRM അവർക്കൊക്കെ വിളിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ നിന്നവരൊക്കെ നന്നായിട്ട് പൂസായിട്ടുണ്ടാകും കേട്ടോ. ഇവിടെ കഴിഞ്ഞ ദിവസം തീ കത്തിച്ചപ്പോൾ ഈ ചെടി കത്തി ഗൈസ്. ഈ ചെടി കത്തിപ്പോയി. അതായത് ഇവിടെ ഇത് മറ്റേ ഞങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു കേട്ടോ. വിശദമായി ഘോര അന്വേഷിച്ചു. അപ്പോഴല്ലേ അതിൻ്റെ സത്യം മനസ്സിലായേ. അതായത് ഇവിടെ ഈ ചെടി എന്തിനാണ് വെച്ചുപിടിപ്പിക്കുന്നത് അറിയാമോ? ഇവർ ഡ്രിങ്ക് ഉണ്ട് പോലും, ഒരു ഇതുണ്ട് പോലും, അതുണ്ടാക്കാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം തിരക്കുണ്ട് ജമ്മുവിന്. മറ്റേ യഥാർത്ഥ സാധനം അല്ല ഇത്. യഥാർത്ഥ സാധനമല്ല, ആ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സാധനം. അങ്ങനെ ഇവര് പറഞ്ഞു. അതാണ്, നമുക്കറിയത്തില്ല ഇതിനെക്കുറിച്ച്. ഗൈസ്, അത്യാവശ്യം ഇവിടെ ചൂടായി കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ മേലോട്ട് കയറാൻ വേണ്ടി തുടങ്ങി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവട്ടെ. എന്തായാലും നമ്മുടെ മേസ്ത്രിയും സർദാറൊക്കെ വരട്ടെ, എന്നാലേ ഇനി കാര്യമുള്ളൂ. ആ ഇലക്ട്രീഷ്യനും കൂടെ വന്നായിരുന്നെങ്കിൽ പരിപാടി പടപടയെന്ന് തീർന്നാണ്. ഹായ് ഭയ്യ, രാവിലെ തന്നെ ഭയ്യയുടെ അടുത്തു നിന്ന് ഒരു ആലു പൊറാത്തയും ചെന്ന ഡാലും പിന്നെ ഒരു കുപ്പിവെള്ളം, 2 കുപ്പിവെള്ളം കഴിച്ചു. എന്തോ അതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്, തിന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഒരെണ്ണം തിന്ന് അപ്പം അതോടുകൂടി വീഴുക കേട്ടോ. അല്ലടാ, വിശപ്പൂല. പിന്നെ സർദാർജിയുടെ ശിഷ്യനും വന്നു. നമ്മളെ സാധനങ്ങൾ എന്തൊക്കെയോ മറ്റേ കോഹ്ലിയുടെ അവിടെ പോയി ഊര ഉണ്ടായിരുന്നു. ഇതന്നെ ബ്രേക്കിൻ്റെ ആണെന്ന്. സർദാർജി ക്യാക്കേലിയേ ബ്രേക്കേ ക്ലച്ചിൻ്റെ എന്തോ സാധനം കേട്ടോ. അപ്പോൾ അത് പുള്ളി അവിടെ പോയി ഊരിയിട്ട് വന്നതാണ്. ഇതുണ്ട്, ഇതൊക്കെ പാർട്സാണ്, നമ്മുടെ വണ്ടിക്ക് വേണ്ട പാർട്സുകളും സംവിധാനങ്ങളും. ഇതൊന്നും പേടിക്കണ്ട, കത്തി വണ്ടിയുടെ ആണോ എന്ന്. കത്തി വണ്ടിയുടെ ഇപ്പോൾ കത്തിപ്പോയ അല്ലേ? കഴിച്ച് ഇത് കത്തി വണ്ടി ഒന്നല്ലടാ. ഇതന്നെ അതിൻ്റെ പ്രശ്നം. ഇത് ഓൾറെഡി ഇവിടെയൊക്കെ ബെൽഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം. അല്ല, പെയിന്റിങ് ഇതൊക്കെ പഴയതാട്ടോ. ആ കടയുടെ നമ്പർ അവിടെ ഞാനൊരു ജെയ്ക്കോ എന്ന് പറഞ്ഞൊരു കട നോക്കി വെച്ചിട്ടുണ്ട്. ആ കടയുടെ നമ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം എന്തായാലും മേടിക്കേണ്ടി വരും. കണ്ടോ, ഇതൊക്കെ നമുക്ക് വേണ്ട പൈപ്പുകൾ. ഇത് എവിടുന്ന് ഇവർ മേടിച്ച? ജെയ്ക്കോ എന്നാണോ? ജെയ്ക്കോ में परचेस करे। जयको
भैया ये दुकान का नाम जयको है ना? हाँ भगवती। उधर ज़्यादा मिलेगा? स्टालियन का सामान പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുള്ളൂ. ഇത് കണ്ടോ, ഇതിനടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇത് സ്പാനറും മറ്റ് സാധനങ്ങളൊക്കെ കേട്ടോ. അതായത് ഈ കാണുന്ന സാധനം നമ്മുടെ എന്തോ പോയി പിന്നെ സ്റ്റാർട്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ പൈപ്പൊന്നും എനിക്ക് അത്ര വിശ്വാസം പോരാ കേട്ടോ. ഇത് കുറേ നാളെ പൊട്ടുക. അതായത് രാത്രി നല്ല സ്ഥലം നല്ല ദാപം നോക്കി ഒതുക്കുക. സാധനമല്ല, പെട്രോൾ പമ്പ്. പെട്രോൾ പമ്പ് നോക്കി ഒതുക്കുക. എന്നിട്ട് പകൽ ഓടിക്കുക, രാത്രി ഓടിക്കാതിരിക്കുക. കാരണം രാത്രി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പണിപാടി പാളി. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഒന്നും കൂടെ ഉണ്ട്. അവിടെ വത്സൻ ചേട്ടനാണ് ഇപ്പൊ യൂറോപ്പിൽ പോയിരിക്കുക. പുള്ളി ആണയ്ക്ക് പോയി. പുള്ളിക്ക് ഐലാൻഡ് അറിയത്തില്ല, പുള്ളിക്ക് ഐശ്വർ അറിയത്തുള്ളൂ. ശിഷ്യനുണ്ട് ആന്റണിയോട് ചോദിക്കാം, അല്ല വേറെ വകുപ്പ്. ഗൈസ്, അതായത് ഈ കാണുന്ന ലൈനൊക്കെ ഇവിടെ വലിച്ചിട്ടിട്ട് ആ കൊണാരം പോയ പോക്ക്, അവൻ്റെ ഒരു അഡ്രസ് ഇല്ല കേട്ടോ. ഇപ്പം വരാം ആരെ അവനെ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാൻ തോന്നുന്നു ഫോണിൽ. ആരെ അതിനാ വെള്ളം പ്രതിഷേധമാണോ അവിടെ വെച്ചതാ? എൻ്റെ പ്രതിഷേധമാണോ നീ രേഖപ്പെടുത്തിയത്? ഇവിടെ ഒരു സ്പാൻഡർ സാധനമൊക്കെ കൊണ്ടുവന്നിട്ട് ക്ലച്ചിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് അത് കാര്യങ്ങൾ ചെയ്യട്ടെ. മേലിലേക്ക് വേണ്ട പൈപ്പാണ്. എനിക്ക് തോന്നുന്നു അതൊന്നും ഇല്ലായിരുന്നെന്ന് തോന്നുന്നു വണ്ടിക്ക്. സാധാരണ എല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ കാര്യം ഭയങ്കര പക്കയായിട്ട്. ഇലക്ട്രീഷ്യനാണ് പറ്റിക്കുന്നത്. വരുന്നുമില്ല. കോഹ്ലിയുടെ ഒന്നുകൂടി വിളിച്ചു പറയാം. കോഹ്ലിനെ ഒന്നുകൂടി വിളിച്ചു പറയാം. ഞാൻ പറയാം നമ്പർ. എന്തിനാ? എൻ്റെ ഫോണുണ്ടല്ലോ നിൻ്റെ കയ്യിൽ, ഞാൻ സംസാരിക്കാം. ഏത് രീതിയിൽ സംസാരിക്കണം? അതായത് ഒരു ടോക്ക് കൂടിയതും ഒരു ടോക്ക് കുറഞ്ഞ രീതിയിൽ സംസാരിക്കും. എണ്ണ ഓയിലൊക്കെ ഒഴിക്കുന്നത് ഏതാ കമ്പനി? എല്ലാം റെഡിയാണ്. ഇലക്ട്രീഷ്യൻ വരുമ്പോൾ ഒന്ന് സ്റ്റാർട്ട് ആവും അല്ലേ? ഇലക്ട്രീഷ്യൻ വരുമ്പോഴത്തേക്കും മറ്റവനെ കോഹ്ലിനെ പറ്റി ചിലപ്പോൾ അവിടെ ഇവിടെ നിൽക്കുന്നതായിരിക്കും. വേറെ വണ്ടിക്ക് പണി എടുത്തിട്ട് അല്ലേ? ഞാൻ കോഹ്ലിയോട് പറയാം. കോഹ്ലി ഇന്ന് വരാന്നൊക്കെയാ പറഞ്ഞത്, പക്ഷെ ഇന്ന് അവനവിടെ വന്നില്ല കേട്ടോ. അവിടെ ഇവിടെ പണി എടുക്കുന്നുണ്ടല്ലോ. ഇതാ ക്ലച്ചിൻ്റെ ഇവിടുന്നാ പോകുന്നത്. ഇവിടെയൊക്കെ തല കറങ്ങിയിരിക്കുമെന്ന് തോന്നുന്നു ഭാഗങ്ങളുടെ. അതെടാ ഇവിടെ നല്ല ഇടുന്നേ. എന്താ എടുത്തോ? ഇല്ല എടുത്തില്ല. എടുക്കുവാണ് അപ്പം തന്നെ എടുക്കുവാണെന്നും കൂടെ പറയാം. വണ്ടിയുടെ പണി തീർന്നു. അതും കൂടി ഇട്ട് നമ്മളോട് ശരിക്കും പറഞ്ഞാൽ 10-ാം തീയതി തീരുമെന്ന് പറഞ്ഞാൽ 10-ാം തീയതി എന്ന് പറഞ്ഞത് ഇപ്പോൾ 5 ദിവസമായി. 5 ദിവസമായി. കോഹ്ലിയോട് പറയണം. ഇത് ക്ലച്ചിൻ്റെ എന്തോ സാധനമാണ്. ആ സാധനം ഇത് കുഴപ്പമില്ല, ഇരുമ്പായതുകൊണ്ട്. പക്ഷെ പൈപ്പ് പൊട്ടാൻ സാധ്യതയുണ്ട്. വിശ്വസിക്കാൻ പറ്റുള്ളൂ. തണുത്ത് നിൽക്കുന്ന അതായതുണ്ടല്ലോ, ഇതൊക്കെ തണുത്ത് മരവിച്ച് പല കാലാവസ്ഥയിലും പിന്നെ അതേപോലെ തന്നെ പല രീതിയിൽ ഓടിയ സാധനം. അപ്പോൾ ഇതിനൊക്കെ അത്രത്തോളം പറയാൻ പറ്റില്ല. ഇതെന്തായാലും നാട്ടിൽ കൊണ്ടുപോകുന്ന ശേഷം നമുക്കിതെല്ലാം ആന്റണി ചേട്ടനെ കൊണ്ടൊന്ന് പണിയിപ്പിക്കണം. ഞങ്ങളുടെ പുതിയ കൊളാബ അല്ലേ? ആന്റണി രാമനിന്റെ വലങ്കൈ. ഗൈസ് അല്ല, അലിയാരുടെ വലങ്കൈ. അനിച്ചേട്ടൻ നല്ല പണി അറിയാം പുള്ളി. ഗൈസ് ഞങ്ങളുടെ ഐശ്വർ പുള്ളി കൈവച്ചതിന് ശേഷമല്ലോ ഒരു രീതിയിലുള്ള നമുക്ക് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. അപ്പൊ കിങ് അല്ലേ ഗൈസ്? അതുപോലെ പണിയിപ്പിക്കണം. ട്രാവലർ പണിയാനാണേല് മസ്റ്റ് പ്രിൻസ് ആയിട്ട്, അതായത് ഇരുമ്പനത്തുള്ള പ്രിൻസ്. എന്നെ സംബന്ധം എല്ലായിടത്തും ഞങ്ങൾ ചെല്ലും. ഞങ്ങൾ ഈ ലോകത്തുള്ള ഒരുവിധപ്പെട്ട എല്ലാവരും കൂടെ പണിയിപ്പിച്ചല്ലേ. അപ്പം ഞങ്ങൾക്ക് പിന്നെ പ്രിൻസ് കൈവച്ചതിന് ശേഷം വലിയ തലവേദനകൾ വന്നിട്ടില്ല വണ്ടിയിൽ. അതിന് മുമ്പ് അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. പിക്കപ്പ് ഓറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം റെഡി, എല്ലാം കറക്റ്റായി. എന്തായാലും ഈ സർദാർ ഇത് ചെയ്യട്ടെ കേട്ടോ. ഇത് അധികം നേരം പിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. കാരണം വെച്ചാൽ ഇതിപ്പം ചൂടായി ഫാൻ കിട്ടാനില്ല കേട്ടോ. ഞങ്ങൾ ഫാൻ കുറേ നോക്കിയതാണ്. അല്ല, ഓൺലൈനിൽ വരുത്തണം. ഇതിൻ്റെ എപ്പോഴാണ് പണി തീരുന്നത് എന്നാണ് ദൈവത്തിനും നമുക്കും അറിയത്തില്ല. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനും അറിയത്തില്ല. അപ്പോൾ എന്ന് വെച്ചാൽ എന്ന് ഓർഡർ ചെയ്ത് വരും എന്നുള്ളത് നമുക്ക് ക്ലിയർ. എന്നാ വെച്ചാൽ 4-5 ദിവസം എടുക്കും ഇവിടെ സാധനം എത്താൻ വേണ്ടി. വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. 10-ാം തീയതി പറഞ്ഞു കേട്ടോ. 10-ാം തീയതി ഞങ്ങൾ വിചാരിച്ചു ഓക്കെ 10-ാം തീയതി അല്ലേ, 3 ദിവസം നേരത്തെ വന്നേക്കാം. ഞങ്ങൾ വന്നപ്പം ഞങ്ങൾ വരുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പെയാണ് വണ്ടി പണിയാൻ വേണ്ടി കൊടുക്കുന്നത്. എന്നിട്ട് 10-ാം തീയതി എല്ലാം പറഞ്ഞ് ഇതെന്നാ പറയുക, ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് വെയിലിൻ്റെ ഡയറക്ഷൻ നോക്കുന്ന കേട്ടോ. അപ്പം വെയിലിപ്പോൾ ഏത് ഡയറക്ഷനിലാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കറുത്തിരിക്കും. വേറെ ഒരു കാര്യമുണ്ടോ, വന്നുകൊണ്ട് തന്നെ അല്ല കത്തിയുടെ കൊടുത്ത് നമ്മുടെ വണ്ടി നിന്ന് കത്തേണ്ടായിരുന്നു. ഗൈസ് അല്ല, ഭാരത് ബെൻസിൻ്റെ മറ്റേ ഓൺ സൈറ്റ് വണ്ടി പണിയാൻ വേണ്ടി പോകുന്നത്. ഗൈസ് എന്തായാലും 10-ാം തീയതി കൊണ്ട് ഇന്ന് 15ആയി. ഒന്ന് പറയണം അവനോട്. എന്തായാലും ഇവർ ഇത് ഇവിടെ കിട്ടിയിടാം. വെച്ചിൻ്റെ സാധനങ്ങൾ ഇവിടെ കിട്ടി കേട്ടോ. ഇത് ഉള്ളതിൽ ഭേദമാണെന്ന് തോന്നുന്നില്ല. ഇവനെ എല്ലാം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് മണിക്കൂറോളം സ്റ്റാർട്ട് ചെയ്ത് വെച്ച് ഓടിച്ച് നോക്കി ഒരു 30 ലിറ്റർ എണ്ണ അടിച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ട് ഇവിടെ പോകുന്നത്. കാരണം പൈപ്പൊക്കെ പുത്തൻ പൈപ്പുകളൊന്നും അല്ല കേട്ടോ ഇവിടുന്ന്. ഒരുപാട് സാധനങ്ങളെല്ലാം ഇവിടുന്ന് ആ കട കണ്ടുപിടിച്ചിട്ട് ആ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കണം. എന്തായാലും നമുക്ക് നേരെ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. കാരണം ഈ ഫോണ് ചൂടായി. ഇനിയും 5 മിനിറ്റ് കഴിയണം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പോകണമല്ലോ. അങ്ങനെ ഭയങ്കര പിന്നെ ഒരു പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സംഭവമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഗൈസ് ഇത് അടുത്ത ആൾക്കാർ, ഇതാ കോഴിവണ്ടിയുടെ ആൾക്കാർ നിന്ന്
ഒരു ടീം കഴിയുമ്പോൾ അടുത്ത ടീം കംപ്ലൈൻറ്റ്. നമ്മുടെ വണ്ടി എന്ന് തീരുമോ എൻ്റെ കർത്താവേ, അല്ലടാ ലിബിനെ? എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ, അത് നീ പറയടാ. ഇന്ന് വൈകിട്ട് വണ്ടി സ്റ്റാർട്ട്, അത് 100% ഞാൻ എൻ്റെ ഉറപ്പ്. ഇത്ര നേരം വരെ അണ്ണൻ്റെ ഏതോ കൂട്ടുകാർ വന്നിട്ട് സംസാരമായിരുന്നുണ്ട്. ഒരു 1.5 മണിക്കൂർ അവർ സംസാരിച്ചു തുടങ്ങി. അപ്പം 1.5 മണിക്കൂർ അങ്ങനെ പോയി. എന്നിട്ട് നിനക്ക് എന്നെ സുഖമാടാ കിട്ടിയ? നിനക്ക് എന്ത് സുഖം കിട്ടിയ അതിനകത്ത് വെറുതെ? നമ്മുടെ പണി അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ക്ലച്ചിൻ്റെ പരിപാടിയാണ് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ക്ലച്ചിൻ്റെ പൈപ്പ്, സാധനങ്ങൾ, സംവിധാനങ്ങൾ, കാര്യങ്ങൾ കൊണ്ടുവന്നു. ഇത്ര നേരം വരെ നല്ല വെയിലായിരുന്നു. ഇപ്പം ഇച്ചിരി തണുപ്പായിട്ടുണ്ട്. അതായത് മേഘത്തിൻ്റെ ഇടയിൽ സൂര്യൻ കയറി. മറ്റേ നല്ല മോൻ വന്നാൽ ഈ വണ്ടി ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ വരാമെന്നാണ് പറയുന്നത്. അവനെന്തോ പരിപാടിക്ക് പോയതാ, ഫെസ്റ്റിവലിനോ അങ്ങനെ എന്തിനോ പോയതാന്നാണ് പറയുന്നത്. കൂലി വരുമെന്ന് പറയുന്നു. ഇന്ന് വൈകുന്നേരത്തിന് ഇപ്പം വണ്ടി സ്റ്റാർട്ടാണ്. അതാണ് ഞങ്ങൾ പുറത്തു നമുക്ക് വിശ്വസിച്ച് ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കാനും പറ്റൂല. അതിനാ ചിലപ്പോൾ അവൻ ഇന്ന് പണി തുടങ്ങിയതായിരിക്കും, അവനും ഇലക്ട്രീഷ്യൻ ആയിരിക്കും അല്ലേ? പ്രശ്നം. ഇവിടെ അങ്ങനത്തെ കുറച്ച് കേസുകളുണ്ട്. എന്ത് കേസ് ഏറ്റുപിടിക്കുന്നവരുണ്ട്. ഒന്നും ചെയ്യാൻ അറിയുന്ന എല്ലാം ചെയ്യും. എനിക്ക് ഞാൻ ഇത്രയും പണിതില്ല, എനിക്ക് ഇത്ര പൈസ ഉണ്ടാകും, വണ്ടി ഒന്നും സ്റ്റാർട്ട് ആവുന്നില്ല, എല്ലാം കത്തിച്ചാൽ. ഈ എയർ പൈപ്പിൻ്റെ ഇത് മാത്രം ഫൈബറാടാ. അത് ഭയങ്കര അത്ഭുതമായി കേട്ടോ. ഈ ഡൈനാമോ നല്ലതാണോ, അതുപോലെ ഇതൊക്കെ നല്ലതാണോ എന്നൊക്കെ ദൈവത്തിനറിയാം കേട്ടോ. സർദാർജി सरदार आज पूरा खत्म हो गया आपका काम? नहीं है, अभी चल रहा है. हाँ നടന്നുകൊണ്ടിരിക്കുവാന്ന് വിളിക്കാനും പറഞ്ഞു. अभी चल रहे എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുക. आज स्टार्ट हो गया. അത് വണ്ടി സ്റ്റാർട്ട് ആവും, പക്ഷെ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ കേട്ടോ. ബാക്കി പണി ഇനിയും ബാക്കിയാണെന്നാണ് പറയുന്നത്. ഇനിയും വേറെ വണ്ടിയുടെ പാർട്സ് ഇടാൻ വേണ്ടി വേറെ വണ്ടിയില്ല, മറ്റേ വണ്ടിയിൽ നിന്ന് എടുത്തിടാൻ പറ്റുള്ളൂ. അവന്മാർ വേറെ വരണം, വേറെ വന്നാലേ ഇനി ബാക്കി ലിവിൻ പറഞ്ഞു. ലേലം വിളി കിട്ടിയിരുന്നോ വണ്ടി വേറെ? അല്ല, അവിടുന്ന് തന്നെ വണ്ടി വീണ്ടും ഒരു വേറെ ആക്കി കൊടുക്കുന്നുണ്ടോ? ആണോ? നല്ല വണ്ടിയല്ല, അവിടുന്ന് പോവല്ലേ? അങ്ങനെയൊക്കെ എന്തൊക്കെയോ കളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന്. നിനക്ക് 10 വണ്ടി, എനിക്ക് 10 വണ്ടി, നിനക്ക് 10 വണ്ടി, അങ്ങനെ ഇവരെല്ലാം കൂടി ഇങ്ങനെ യോജിപ്പിച്ചെടുക്കും. അങ്ങനെ ആയിരിക്കും സംഭവം അല്ലേ? ലേലം എന്നിട്ട് കുറച്ച് വിളിക്കുക. ഗൈസ്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകട്ടെ, ഞങ്ങളുടെ ഒരു ആകാംക്ഷ എന്ന് പറഞ്ഞാണല്ലോ, എത്രയും പെട്ടെന്ന് ഇത് പണിത് കൈ കിട്ടി ഇതൊന്ന് ഓടിക്കുക. നമുക്ക് വേറെ ഒന്നുമില്ല, ഇതൊന്ന് ഓടിച്ചാൽ മതി. ഒരു 3000-4000 കിലോമീറ്റർ. 2 വണ്ടി ഞാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെ തീർക്കേണ്ട ഗൈസ്? മനുഷ്യൻ്റെ അവസ്ഥ അവരോട് പറഞ്ഞാൽ മനസ്സിലാവും. അതായത് ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഇത് ഇന്നെന്ന് പറയുമ്പോൾ നമ്മൾ നാളെ ഓക്കെ നാളെ ഇങ്ങനെ തന്നെ നമ്മളിങ്ങനെ ഓരോ ദിവസം തള്ളി നീക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം ഇന്ന് സ്റ്റാർട്ടാവുന്ന എനിക്ക് തോന്നുന്നത്. ആ ഇലക്ട്രീഷ്യൻ വരേണ്ട താമസം മാത്രമേ ഉള്ളൂ. അല്ലടാ ലിബിയ? പൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇയാൾക്ക് നല്ല വൃത്തി ടീ കാട്ടെ. ഞാൻ എല്ലാം ഇയാളുടെ സാധനങ്ങളൊക്കെ പക്ക. എടാ ലിബിനെ, ഈ പൈപ്പ് വേണ്ട കേട്ടോ. വേണ്ട ഈ പൈപ്പ് ഇവർക്ക് അത്യാവശ്യം പണി അറിയാം. എടാ ലിബിനെ, ഇതിൻ്റെ ഒരു സാധനവും ഇല്ല. ലിബിനെ ഉണ്ട്. എടാ ഇതിൻ്റെ ഒരു സാധനവും ഇല്ല. അപ്പോൾ എല്ലാം അവർ നോക്കി വേണം കാര്യങ്ങൾ. അതായത് എന്തെങ്കിലും സാധനം വീണ്ടും അവിടെ നിന്ന് പൊളിച്ചിട്ട് വരണം, അതാണ് സമയം പോകുന്നത്. ഇത് സ്റ്റാർട്ടാകാത്ത വണ്ടിയാണല്ലോ, ഇതിൻ്റെ A to Z എല്ലാ സാധനം നോക്കണം. അങ്ങനെ ടാങ്ക് ക്ലീൻ ആക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ വണ്ടി പണിത് വന്ന ഒരു വണ്ടിയാണിത്. ക്രെയിൻ അല്ലേ? ഇത് ജനറേറ്റർ കേട്ടോ. ഇത് ക്രെയിനാടാ. ക്രെയിനായത്? ഇത് ക്രെയിനാ, എന്തോ വലിയ ക്രെയിനാ കേട്ടോ. നമ്മുടെ വണ്ടി അവിടെ പണിയിട്ടെ അത്ര നേരം വരെ നമുക്ക് വരുന്നത്. എനിക്ക് പുള്ളി സർദാർജിയുടെ ഷോപ്പ് നോക്കി എന്നെ വൃത്തി എന്നൊക്കെ എല്ലാം അടുക്കി നല്ല സെറ്റപ്പായിട്ട് വൃത്തിക്ക് ഒരുപെട്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. നല്ല നീറ്റായിട്ടാണ് സർദാർജി വെച്ചാക്കുന്നത്. ആ കാര്യത്തിൽ സർദാർജി ഭയങ്കര എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ആദ്യം ഇത് കഴുകും. ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് കറണ്ട് കണക്ഷൻ ഒക്കെ ഉണ്ട്. അതിൻ്റെ എല്ലാം ഉണ്ട്. അത് അപ്പുറത്ത് ഹോട്ടലിൽ നിന്ന് ഇതൊരു കണ്ടെയ്നർ കേട്ടോ. ആ കണ്ടെയ്നറാണ് ഈ പരിപാടി മൊത്തം. സ്റ്റാർട്ടർ മോട്ടർ മേരായേ ക്യാ സ്റ്റാർട്ടർ മോട്ടർ സെൽഫ് സ്റ്റാർട്ടർ മോട്ടർ. സെൽഫ് പുതിയ വേറെ എടുത്തോണ്ട് വന്നേക്കുന്ന ഇവിടെ കള്ളന്മാരുണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ പാർട്സുകളാണ്. ഇതൊക്കെ ഇപ്പം ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാ. അതായത് ഇത് ഈ നെറ്റൊക്കെ നമ്മുടെ അതായത് എല്ലാ സാധനങ്ങളും എടുക്കുന്നുണ്ട്. അതായത് ഇവിടെ കള്ളന്മാർ ഭയങ്കര കൂടുതലാവില്ല. അപ്പോൾ ഒരു സാധനം പുറത്ത് വെക്കരുത്, ഒരു സാധനം വെച്ചിട്ട് എവിടെ പോയിരുന്നു സർദാർജി എന്നോട് പറഞ്ഞത്. നല്ല ഈ ലോറിക്കാരും പിന്നെ അതേപോലെ തന്നെ ഇഷ്ടം പോലെ അത് കുളിക്കാൻ, ബാത്റൂമിൽ പോകാൻ എല്ലാം ഇവിടെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ, എല്ലാവർക്കും ഇല്ല, ചില ആൾക്കാർക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അവരങ്ങ് എടുത്തിട്ട് പോകും. അങ്ങനെ പ്രശ്നമുണ്ട് ഇവിടെ. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പം ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ സെൽഫ് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കാം, പുറത്ത് വെക്കാതെ. അപ്പം അതിൻ്റെ സംഭവം വേറെ ചെയ്യാൻ പറ്റേ, വണ്ടിക്കകത്ത് സെൽഫ് പോലുള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അഴിച്ചോണ്ട് പോകും. അതുകൊണ്ടാണ് ഇവരെല്ലാം അഴിച്ച് ഉള്ളി വെച്ചത്. എടുത്ത് രാത്രി ഒരു ഉള്ളി വെച്ചു. നമ്മുടെ നാട്ടിലാണ് ഉള്ളി പോകും, എല്ലാം പുറത്തിട്ട് പോകും. ആരും എടുക്കും എന്നുള്ള വിശ്വാസം ഇവിടെ എല്ലാവർക്കും ആൾക്കാർ എടുക്കും എന്നുള്ള. ഇവിടെ വർക്ക്ഷോപ്പാണ് തിരിച്ചറിയാൻ ഗ്യാസ് കിറ്റ് പോലത്തെ ഈ സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. ഗ്യാസ് കിറ്റ് ഇതുണ്ട്, ഇങ്ങനെ മനസ്സിലാക്കാം വർക്ക്ഷോപ്പാണെന്നുള്ളത്. ഓരോ രാജ്യത്ത് ഓരോ രീതിയാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നൊക്കെ ശരിയായി കഴിഞ്ഞാൽ ഈ ഗ്യാസ് കിറ്റ് ഇട്ടിട്ട് പേസ്റ്റ് ഇടില്ല, ഡാർട്ട് കൊണ്ട് ചെയ്യും. അവൻ വണ്ടി ലീക്കാവൂലേ?
അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. എന്തായാലും നമുക്ക് അത്ഭുതപ്പെട്ടു പോയി ഞാനിവിടെ. എന്തായാലും നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഓരോന്നോരോന്നിട്ട് തുടങ്ങും കേട്ടോ. ഇന്നത്തെ 4ാമത്തെ വെള്ളം ഏറ്റവും നല്ല കമ്പാക്കോളയുടെ വെള്ളം കേട്ടോ. കമ്പാക്കോള, കെനലി, അക്വ. അതിന് 3-4 പിന്നെ വേറെ 15 രൂപയേ ഉള്ളൂ. പക്ഷെ ഇവര് 20 രൂപയും മേടിക്കും. അത് ഇത് കുറവുണ്ടോ, അളവ് കുറവുണ്ട് വെള്ളത്തിൽ. പിന്നെ ബ്രിസ്ലറി മേടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ബ്രിസ്ലറി നല്ല വെള്ളമാണ്. ബ്രിസ്ലറിയുടെ ചാത്തനുണ്ട്, ഇതിൻ്റെ ചാത്തനുണ്ട്, അക്വയുടെ ചാത്തനുണ്ട്, പിന്നെ മറ്റേ ഇതിൻ്റെ ഉണ്ട്, മറ്റേ നമ്മുടെ ആപ്പിബിസിൻ്റെ കമ്പനിയുടെ ഇഷ്ടപ്പെട്ട വെള്ളം ആപ്പിബിസിന്റെ. പിന്നെ വേറെ മറ്റേ ബിയർ കമ്പനി ഇല്ലേ, ഫോർസ്റ്റർ ഓസ്ട്രേലിയൻ കമ്പനിയുടെ അതിൻ്റെ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്താ അവരെന്തോ തപ്പുവാ കേക്കറേ വയ്യ. എന്താ ബോൾട്ട് കിസ്ക സ്റ്റാർട്ടിംഗ് മോട്ടർ കാ ക്ലച്ച് കാ. ഇപ്പം ക്ലച്ചിൻ്റെ പരിപാടി എടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലച്ചിൻ്റെ നെട്ടും ബോട്ടും ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുകയുണ്ട്. വാഷർ കുറേ വാഷറുണ്ട്. എല്ലാ സാധനവും ഇവർ ഇങ്ങനെ തപ്പി മാറ്റാവുന്ന ഇലക്ട്രീഷ്യൻ വന്നതിന് രക്ഷ വിട്ടാൻ. ഇത് സാധാ വണ്ടി ആയതുകൊണ്ട് ഇതിന് വലിയ കോംപ്ലിക്കേഷൻ ഒന്നും. എല്ലാ സാധനവും എടുത്തു വെക്കുന്നു, ആ കണക്ഷൻ കൊടുക്കുന്നു, പടപട പരിപാടി തീർക്കുന്നു. അത് പുതിയ ടിയാഗോ കൈസ്. അതായത് പടപട പരിപാടി തീരാവുന്ന കേസേ ഉള്ളൂ. പക്ഷേ അവൻ വരണം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. വൈകുന്നേരം 5 മണി വരെ ഇത് തന്നെ നമ്മുടെ അവസ്ഥ. ഇന്ന് വൈകിട്ട് പറയും, നാളെ വരാൻ പറയും. പണിക്കാര് കോഹ്ലി ഈസ് കമ്മിങ് ബാക്ക് ആൻഡ് മീറ്റിംഗ് ഇൻ 7 months. 7 മാസത്തിന് ശേഷമാണ് നമ്മൾ അങ്ങനെ കോഹ്ലിനെ കാണുന്നത്. കോഹ്ലി ഓപ്ഷന് വണ്ടി എടുക്കാണ്ട് പോയതായിരുന്നു ജമ്മുവില്. എല്ലാം കഴിഞ്ഞ് കോഹ്ലി വന്നു. ഇവിടെ ഉള്ളതില് ഏറ്റവും നല്ല വണ്ടി എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മനുഷ്യൻ. പറ്റിക്കൂല, ചതിക്കൂല. അതായത് നിങ്ങളുടെ പൈസ പോകൂല. അതാണ് കാര്യം. ഒരു കാര്യം ചെയ്തു തരാൻ ഞങ്ങൾ SML ഇതേപോലെ വേറെ ആളെടുത്ത് നിന്ന് എടുത്തു. അവൻ ഞങ്ങളെ പറ്റിച്ച്. കോഹ്ലി പക്ഷെ കറക്റ്റ് കാര്യം ഞങ്ങൾക്ക് ചെയ്തു. ഇംഗ്ലീഷ് होल्डिंग मैं दूसरा गाड़ी परचेस है ना, ये बंदा दूसरा आदमी के लिए गाड़ी सेल करेगा, बट आप मेरे को करेक्ट दिएगा, करेक्ट इन्फॉर्मेशन दिएगा, बट आप बोलेगा थोड़ा टाइम चाहिए, बोलेगा मैं कुछ नहीं करेगा, मैं यूरोप में जाएगा आएगा. हाँ आएगा, मालिक आएगा, आदमी आएगा. Guys, morning. പ്രത്യേകം പറയട്ടെ, നല്ല ആള് 10 കൂടുതൽ കൊടുത്താലും നിങ്ങൾക്കൊന്നും പറ്റൂല. ഇത് പുള്ളിക്കാരെന്ന് വെച്ചാൽ വാക്കും മാറ്റൂല. ഒരു സാധനം മാറ്റണമെന്ന് വെച്ചാൽ ആ സാധനം മാറ്റിത്തരും. മറ്റുള്ളവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി എടുക്കാൻ നേരത്ത് പൈസ കൊടുക്കാൻ നേരത്ത് നിങ്ങളോട് സന്തോഷിപ്പിക്കും. നമ്മുടെ കേരളത്തിലേക്ക് വന്ന വണ്ടി മൊത്തം കോഹ്ലി എടുത്ത വണ്ടി കേട്ടോ. നിങ്ങൾക്ക് ആർക്കും അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. 2020-21 മുതൽ ഞങ്ങൾ ഈ ഏരിയയിലൊക്കെ ഉള്ള കറങ്ങി തിരിഞ്ഞ് നടക്കുന്നത്. അന്ന് മുതൽ നമുക്ക് അറിയാവുന്നതാണ്. അപ്പം വണ്ടികളെല്ലാം കൊടുത്തിരിക്കുന്ന പുള്ളിക്കാരനാണ്. അപ്പൊ നമുക്ക് പേപ്പറോടെ കൊടുത്താക്കുന്ന പുള്ളിക്കാരനാണ്. പേപ്പർ ഇല്ലാത്ത കുറെ വണ്ടികൾ വന്നിട്ടുണ്ട്, അത് രജിസ്റ്റർ ചെയ്യാതെ അവിടെ കിടക്കുന്നുണ്ട്. ഇത് കുറെ ടൈപ്പ് ഉണ്ട് ഭയ്യ. 2 टाइप गाड़ी है ना, और रजिस्टर का गाड़ी है ना, कट चेस का गाड़ी है ना. कट चेस नहीं, that chassis is not no use to you. only scrapping. Only scrapping. That was only scrapping. കേരളത്തിൽ 2 വണ്ടി ഏതായാലും വന്ന് കിടപ്പുണ്ട് കേട്ടോ. രജിസ്റ്റർ ചെയ്യാൻ പറ്റൂല. അതായത് ഇതിന് GST ബില്ല്, പിന്നെ പൂര പേപ്പർ, ആർമിന്ന് രജിസ്റ്റർ ചെയ്യാനുള്ള പേപ്പർ, അങ്ങനെ മൊത്തം സാധനത്തോടു കൂടിയാണ് ഈ വണ്ടി കിട്ടുന്നത്. അങ്ങനെയാണ് ഇത് നമ്മൾ ക്യാരവാനിലാണ് രജിസ്റ്റർ ചെയ്തത്. നിങ്ങളോട് പറഞ്ഞല്ലോ, പ്രൈവറ്റ് യൂസ് ക്യാരവാനാണ് നമ്മുടെ ഈ കാണുന്ന ഈ സാധനം. അപ്പം അങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. അല്ലാതെ ഇത് നമുക്ക് വേറെ രീതിയിലല്ല. ഇത് രജിസ്റ്റർ പ്രോപ്പർ അല്ലെ. കച്ചേസ് വണ്ടി എടുത്തുണ്ട്, നിങ്ങൾ പറഞ്ഞു തന്നില്ലേ. അത് ഇവിടുന്ന് 2-3 പേര് പുള്ളിക്കാരൻ കൊണ്ട് തന്നെ നമുക്ക് പറയിപ്പിക്കാം എന്നാ ഇതിന്റെ ഇൻഫർമേഷൻ. പ്ലീസ് ടെൽ മീ ദ ഇൻഫർമേഷൻ ദിസ് ടൈപ്പ് ഓഫ് വെഹിക്കിൾ. ദ 2 type vehicle, one is scrap vehicle, one is registered type. The scrap one is a cut chase. Yeah, its chassis would be cut and it won't be registered. Actually, there are 2 types of auctions Army is conducting right now. One is like Army, in some vehicles, like Army is completely scrapping the vehicle. They are cutting the chassis and those vehicles won't be registered. It would be of no use to buy them. And the other one is the complete running vehicle, which will be registered for 15 years passing till 2041, tax and passing till 2041. That is of use for the caravan. That would be provided. Both will be available. It's up to you which one you want to take. Yeah. കിട്ടും, റിക്കവറി വാനും കിട്ടും. ഒറിജിനൽ സാധനം ഇല്ല ഇങ്ങനെ പൊക്കുന്നേ. ഓ വാല का कितना पैसा है भैया? कौन सा? ओ वाला ओरिजिनल रिकवरी वैन है ना? The recovery van? The recovery van with registration it is costing 880 and with the registration complete पैसा complete. The vehicle itself is costing 7,50,000 and with registration it will cost you 880 in complete running condition. Everything would be okay, just like this. Like we'll do everything from nut to scratch. Everything we'll do. Everything कितना पैसा? 880. 8,80,000 in complete running, 15-year passing, white plate. White plate. Yeah, one time tax.
गाड़ी पूरा अच्छा मिलेगा. Complete okay. Complete. You want to change anything, that would be free of cost, no charges, nothing. Yeah. That is good. Yeah, He's the starting That's why I was condition. He's telling you take the renting condition. I will saying no, I will give you the starting. Brother, I know there are so many items. Yeah, that's why I was telling you, but you were saying no, I want like this. I said, bro, don't take like that. It will cause you trouble. Take the running condition wall. It would be in very good condition. Don't worry about that. Guys, ഇതാ നമ്മുടെ 4x4 എന്തൊക്കെ സാധനം പോയി എല്ലാം മേടിച്ചു. പറയുന്ന പോലെ വണ്ടി ഒരു കൈ കിട്ടുന്ന പോലെ പേപ്പർ കൈ കിട്ടുന്ന പോലെ നമ്മൾ ഇവിടുന്ന് മേടിക്കാറുള്ളൂ. എല്ലാ സാധനം എന്തൊക്കെ പോയിട്ടുണ്ടോ എല്ലാം മാറ്റി തരും. സത്യമാണ്. നമ്മുടെ 4x4 ഗയ आप मेरे को चेंजिंग करा दिया ना. Yeah, that's why without any charge or at zero cost. ആക്ച്വലി പോയി പുള്ളിക്കാരനെ ചേഞ്ച് ചെയ്തു തന്നു. അങ്ങനെയാണ് അതിന്റെ സംഭവം. അല്ലാതെ നമ്മൾ സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ മേടിക്കൽ പെട്ടു. ഗൈസ് ടുഡേ സ്റ്റാർട്ടിംഗ്. Yeah, today electrician will do the work and most probably by today evening or tomorrow morning it would be completed. Off here. Then the body change and whatever that would be at a godown. ഗൈസ് അങ്ങനെയാണ് സംഭവങ്ങൾ വരുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ് അവൻ പറഞ്ഞത്. പ്ലീസ് ചേഞ്ച് ദ ബുഷ് ആൻഡ് എവരിതിങ്. He'll do the thing. The mechanic will change bushes, everything. Don't worry about that. He'll check the hub greasing. Did he do the hub greasing? He did the greasing. He'll check the bush. He'll do the whole mechanical work. You tell him anything which you don't like, he'll change the thing. ഗൈസ് അതൊക്കെ അവൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. അതായത് ഇവിടെ कौन सा टाइप गाड़ी मिलेगा इस इधर अदायद जिप्सी all army vehicles, jeep, gypsy, sumo, Ashok Leyland stallion, Ashok Leyland recovery van, Tata 2.5 ton Tata FAT, ALS Topchi, every vehicle you name it. Tatra also, Kras, Tatra, everything. Not registered. Sorry, no, Tatra also will register. Registered. അപ്പൊ ട്രാക്ടറെ രജിസ്റ്റർ ആവുന്നുണ്ട് കേട്ടോ. അതായത് പോപ്പർ ചാനലിൽ വരുക നിങ്ങൾ വാങ്ങുക. അത് തന്നെയാണ് ഏറ്റവും എനിക്ക് പറയാനുള്ളത്. അല്ലേലും നിങ്ങളെയും കൂടെ എനിക്ക് തോന്നുന്നില്ല ബാക്കി എല്ലായിടത്തും വാങ്ങാൻ വേണ്ടി പറ്റുമെന്നുള്ള. ഇന്ന് തന്നെ കുറെ പേര് നമ്മളെ വിളിച്ചില്ല. പാർട്സ് വണ്ടി കൊണ്ടിട്ട് പാർട്സ് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. सेकंड है ना ये गाड़ी परचेस करेगा केरला जाएगा सब कुछ पास मेरे का दिया है ना. पैसा കൊടുത്താൽ മതി. पैसा इसका दिएगा സാമാൻ മിലേഗാ അല്ലേ, ഫ്രീ में नहीं मिलेगा. ഗൈസ് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്നെ നാട്ടിൽ നിന്ന് ചറവറ വിളിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. കോഹ്ലി നേരെ പോവുകയാണ്. ഇവനായിട്ട് ഇവിടെ ഉള്ളതിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നടത്താൻ പറ്റിയ ഏക ഒരുത്ത. ബാക്കി ആരും ഇവനുള്ള കാര്യം പറയും. എന്നോട് ഇതിനും കുറച്ച് വണ്ടി ഇവിടെ നിന്ന് തരാന്ന് പറഞ്ഞു. മറ്റേ നമ്മ പൈസ മേടിച്ച അവനില്ലേ, ഞാൻ ഒന്നും പറയുന്നില്ല, പറഞ്ഞ കൂടി അതാ അവൻ എന്നോട് ഇതിനും കുറച്ച് പൈസ തരാൻ. എല്ലാം ഇവര് ഓക്കെ വരും. അവസാനം പേപ്പർ ആവൂല. അടുത്ത 3 പേർക്ക് ആ വണ്ടി മറിച്ച് വിട്ടിട്ടാണ് 4ാമത്തേന് മറ്റേനും കൊടുത്തത്. ആലോചിച്ച് നോക്കി ഗൈസ്. എന്തായാലും നമ്മുടെ വണ്ടിയുടെ സാധനങ്ങളൊക്കെ ആശാൻ കൊണ്ടുവന്നു. ഇന്ന് പുതിയ സാധനങ്ങൾ വയറിങ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അവിടുന്ന്. ഇതേ പുള്ളി ഇവിടെ വന്ന് എന്തായാലും നമ്മളെ കണ്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടാണ് പോയതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ വണ്ടിയുടെ ഓരോ സാധനങ്ങളാണ്. ലാസ്റ്റ് അങ്ങനെ മുതലാളിയും തൊഴിലാളിയും എല്ലാവരും വന്ന് കാര്യങ്ങൾ എന്തായാലും കൈകാര്യം ചെയ്യും. ഇത്രയും നേരം വരെ ഇവിടെ ഭയങ്കര ആൾക്കാർ കൂടി നിൽക്കുമായിരുന്നു ഈ വണ്ടി എന്നാ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട്. ഗൈസ് ഇവിടെ ഉള്ളവർക്ക് ഇങ്ങനെ വണ്ടി എടുക്കുന്ന കേസൊന്നും അറിയത്തില്ല കേട്ടോ. അതങ്ങനെയാണല്ലോ. അതായത് ഞാനിപ്പം വലിയ ചരിത്രകാരന്മാരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇപ്പം പല ആൾക്കാരെ ഇപ്പം മദർ തെരേസ ആയിക്കോട്ടെ പല ചരിത്ര ആൾക്കാരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് അവരുടെ വീട് എവിടെയെന്ന് വെച്ചാൽ അവിടെ ഉള്ളവർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെ സംഭവം നടക്കുന്നത് ഇവിടെ ഉള്ളവർക്ക് അറിയത്തില്ല. അല്ല ആർമിയുടെ കത്തി വരെ ഈ വണ്ടിയുടെ കിട്ടിയത്. ഓടാ അവിടുന്ന്. ഇത് മറ്റേ പുല്ല് വായിക്കുന്ന മെഷീൻ. മെഷീൻ അല്ല, കത്തി ഇതോർമേ മിലേഗാ ഗാഡിമേ. അച്ഛാ ഇതാ മാറ്റി തരാന്ന് പറഞ്ഞു കേട്ടോടാ. ഇത് മാറ്റി തരാം. മാറ്റണം. ഇത് മാറ്റി തരാന്ന് ഗോഡൌണിൽ വേറെ. അപ്പൊ ഇവർ ഗോഡൌൺ എവിടെയായിരിക്കും? വേറെ ഉണ്ടെന്നേ. എന്താ സാധനം വേണമെങ്കിലും മാറ്റി തരാന്ന് പറഞ്ഞു. അവനൊരു കാര്യം കുഴപ്പമില്ല, മാറ്റിത്തരാം. ഒന്ന് സ്റ്റാർട്ട് ആയാൽ മതിയായിരുന്നു ഗൈസ്. അതാണ് ഞങ്ങളുടെ സ്വപ്നം. 4 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്യും. 4 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്യും. ഈ ഞാൻ നേരെ അങ്ങോട്ട് പോകും. ഈ നല്ല മനുഷ്യൻ പോകാതിരുന്നാൽ മതിയായിരുന്നു. ആ നല്ല മനുഷ്യൻ ഇലക്ട്രീഷ്യൻ പോകാതിരുന്നാൽ മതിയായിരുന്നു. പറയുന്നല്ല കേട്ടോ പിന്നെ ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് തമിഴ്നാട്ടിലെ സെറ്റപ്പാ. പൊക്കി വിടും. അതെ, പൊക്കി വിടും. ഒന്നും നടക്കൂല. അവരുടെ സമയം കഴിയുമ്പോൾ അവരങ്ങ് പോകും. അവരവിടെ പൈപ്പിൻ്റെ പണി അങ്ങനെയുള്ള സംഭവങ്ങൾ കാര്യങ്ങൾ ചെയ്യണം. നമുക്കേ കുറച്ച് നേരം മാറി അതുകൊണ്ടോ ഓരോന്ന് വരും. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഇങ്ങനെ വണ്ടികൾ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. എന്തായാലും നമ്മുടെ പരിപാടികൾ ഓരോന്നായിട്ട് നടക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സാധനമൊക്കെ പോയി ഗൈസ്, പല സാധനങ്ങളും പോയി കേട്ടോ. അതൊക്കെ അവിടുന്ന് ഓരോന്ന് എടുത്തുകൊണ്ട് വരുവാണ്. പിന്നെ ലൈലാൻഡിൻ്റെ ഒറിജിനൽ സാധനം ആയതുകൊണ്ട് അങ്ങനെ പേടിക്കണ്ട. ഇല്ല, നമ്മൾ കട കണ്ടുപിടിച്ചല്ലോ. അതെ, പുതിയ മേടിക്കുന്നില്ല. അതെ, പുതിയ മേടിക്കുന്ന നമുക്ക് ഈ ഒന്നും അറിയത്തില്ലാത്തതാണ് പ്രശ്നം. സാധനം കിട്ടാതെയൊക്കെ വരുമ്പോഴേ ഇപ്പം എല്ലാം നമുക്ക് അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ച എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. മൊത്തത്തിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, ഭയമില്ലല്ലോ നമുക്ക്. അതെ, അതായത് നമ്മുടെ ഫോൺ ഏതാനും നിമിഷങ്ങളിൽ ചൂടാവുന്ന ഉറപ്പായിട്ട്. കാരണം ഗൈസ് നോക്കും, അതായത് നമ്മുടെ വണ്ടിയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
നമ്മളെപ്പോഴും അവിടെ പോകാത്ത എന്നാന്ന് വെച്ചാൽ എപ്പോഴും അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു ഐഡിയ ഉണ്ടാവും, നമ്മളുടേതായ ഐഡിയ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു വൈകിട്ട് നാട്ടിലത്തെ മാറ്റണം കേട്ടോ. മേടിച്ചോണ്ട് പോവാം. ഏതാ എന്തിനും നാട്ടിൽ വരുന്നോളം വരെ കാത്തിരിക്കുന്നത്. ഞാൻ അവനോട് വിളിച്ചു വെച്ചു ഇതെല്ലാം സാധനം നാട്ടിൽ കിട്ടുമെന്ന്. ആര് പറഞ്ഞു? നമ്മുടെ ഇലക്ട്രീഷ്യനോട് വിളിച്ചു വെച്ചു എല്ലാ സാധനം കിട്ടും നമുക്ക്. കമ്പനി പോലെ സ്ലീവ് കാലിന്റെ സാധനം കിട്ടൂല, അത് കാത്തിരിക്കണം. കാര്യമല്ല പറഞ്ഞേ, ഈ സാധനം എല്ലാം കിട്ടുമെന്ന്. ഇതൊക്കെ കിട്ടും. ഇത് എക്സ്ട്രാ എടുത്ത് ഇത് മറ്റേ ബാൽട്രിയിലേക്ക് വന്ന മെയിൻ ടെർമിനല. ഇതൊക്കെ ബാൽട്രി के जाने के लिए मेन टर्मिनल है ना ये കട്ടൗട്ട് സ്വിച്ച് ആണ്. അൾട്ടർനേറ്ററിലേക്ക് പോകുന്ന സ്വിച്ച്. ഗൈസ് ഇതേ നമ്മൾ ഇത്ര നാളും കളിച്ച പോലെയല്ല ഈ കളി. ഇത്ര നാളും നമ്മൾ 12 വാൾട്ടിന്റെ കളിയാണ് കളിച്ച. ഇനി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഗ്യാരേജിലേക്ക് ഒരു 12 വോൾട്ട് വരുന്നത്. അതായത് 24 വാൾട്ട് വണ്ടി വരുന്നത്. ഗൈസ് നോക്കൂ, അതായത് ഇത്ര നാളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിരുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 12 വാൾട്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് 2 ബാറ്ററി വെച്ചുള്ള 24 വാൾട്ട് വണ്ടിയാണ് നമ്മൾ ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. ഇതേ പോകുന്നു വോൾവോയുടെ കോപ്പി. ഇതാണ് വാവ കോപ്പി അല്ല, ഇൻസ്പിറേഷൻ. ഗൈസ് അപ്പം നമ്മുടെ 24 വാൾട്ടുള്ള കളിയാണ്. എന്തായാലും പറ്റിക്കഴിഞ്ഞാൽ മറ്റേതിൻ്റെ 10 ഇരട്ടി അടി കിട്ടും. 12 വാൾട്ട് പോലെ ആയിരിക്കില്ല. DC to AC കൺവേർഷൻ ഈസ് എ വെരി റിസ്ക്. ഇറ്റ് ഈസ് മാരക, യു നോ, അണ്ടർസ്റ്റാൻഡ് മീ. അതാണ് എന്നോട് ഞാൻ പറഞ്ഞു. ഞാൻ വിളിച്ച് ചോദിച്ചു അവനോട്, ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർ ഇത് ഇടുള്ളൂ. നാട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ ഇലക്ട്രീഷ്യൻ പറഞ്ഞത് മാറ്റാന്ന് പറഞ്ഞു. ഇത് മൊത്തം നാട്ടിൽ കൊണ്ടുപോയി ഫുള്ള് പണിത് സെറ്റപ്പ് ആക്കി എടുക്കണം. പെയിന്റ് അടിക്കണം. നമ്മുടെ പെയിന്റ് ഓ ഭയ്യക്കാ ഗ്യാരണ്ടി, ചൈനക്കാ ഗ്യാരണ്ടി, ഗ്യാരണ്ടി. ഇവിടുന്ന് കടലത്തിൽ പോകുന്ന വണ്ടിക്ക് ഗ്യാരണ്ടി. ആയിക്കോട്ടെ ഗൈസ്, നിങ്ങൾ പറഞ്ഞില്ലോ, നിങ്ങളോട് ഞാൻ പറയാത്ത കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് നമ്മുടെ ഈ വണ്ടി ക്യാമ്പർമാനിൽ പ്രൈവറ്റ് യൂസ് ലൈറ്റ് മോട്ടോർ വെഹിക്കിളാണ് രജിസ്റ്റർ ആയിരിക്കുന്നത്. ഇത് 10 ടണ്ണിൽ 7 ടണ്ണിലും താഴെയാണ് ഈ വണ്ടി. പിന്നെ അടുത്ത കേസ്, നമ്മൾ ഈ വണ്ടിയുടെ കളറ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്കൈ ബ്ലൂ ആണ്. അതെ, സ്കൈ ബ്ലൂ ആണ്. അപ്പം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. ഓരോ പെയിൻറ്റിങ്ങും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒറ്റ കളർ ഈ വണ്ടി കിട്ടത്തുള്ളൂ, ഡബിൾ കളർ കിട്ടത്തില്ല. ഞങ്ങൾ കുറേ ശ്രമിച്ചാണ്. ഞങ്ങൾ ഞങ്ങളുടെ ട്രഡീഷണൽ നിറമായ ബ്ലാക്കും പച്ചയും, അതായത് പൂർസൻ്റെ ഗ്രീനുമാണ് ഞങ്ങൾ ഈ വണ്ടിക്ക് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അത് കിട്ടത്തില്ല. ബ്ലാക്ക് ആകുമ്പം നിങ്ങൾ വണ്ടിക്ക് ബ്ലാക്ക് അടിക്കുമ്പം വമ്പൻ രീതിയിലുള്ള കുട്ടിവർക്ക് വമ്പൻ പരിപാടി വരും. അപ്പോൾ അതുകൊണ്ട് സ്കൈ ബ്ലൂ ആണ് നമ്മുടെ വണ്ടിയുടെ നിറം. അപ്പം നിങ്ങൾക്കത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് വാട്സപ്പിൽ അതിൻ്റെ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണ് അയച്ചു തരാം. പറഞ്ഞോ. അതായത് നമ്മൾ യൂറോപ്പിൽ നിൽക്കാൻ നേരത്തെ ഒരു വണ്ടിനെ ചൂണ്ടി കാണിച്ചില്ലേ, ഇതേപോലെ ചെയ്യുന്നതിന് ആ സ്പെക്കിലാണ് ഈ വണ്ടി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അതാണ് യാഥാർത്ഥ്യം ഗൈസ്. അപ്പോൾ സർദാർത്തി നോക്കി ഇവരെന്നാ പറയുന്നതെന്നൊക്കെ പുള്ളി നോക്കിയിരിക്കുക. കാരണം നമ്മളത് ഈ ബീച്ച് ഗേച്ച് വേണമല്ലോ. പുള്ളി ആദ്യമായിട്ട് ഇങ്ങനത്തെ സംഭവം കാണുന്നത്. കാരണം ഇവിടെ അങ്ങനെ ആരും അങ്ങനെ വരാറില്ല. ഇവിടുത്തെ ബ്ലോഗർമാരെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയ ഇവിടുത്തെ ബ്ലോഗർമാരെന്ന് വെച്ചാൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ്, ഇച്ചിരി VIP സെറ്റപ്പ്, അങ്ങനെ പുറത്തൊന്നും അധികം ഇറങ്ങാതെ അങ്ങനെ ഉണ്ട്. അത്യാവശ്യം അങ്ങനെ ആ ഒരു സെറ്റപ്പിലാണ് ഇവിടുത്തെ ബ്ലോഗേഴ്സ്. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ 2 വേട്ടവളിയും ബ്ലോഗേഴ്സ് ഇവിടെ വരുന്നത്. അപ്പോൾ അവർക്കത് ഒരു ഇതാണ്. കാരണം പുള്ളി എന്നോട് പറയും, അവിടെ ആരെല്ലാം വരുന്നത് അവരുടെ വീഡിയോ എടുത്തോ, ഇവരുടെ വീഡിയോ എടുത്തോ, അത് ഇത് ചെയ്യുന്നു. അവർ അയ്യോ പാടില്ലേ എന്ന്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇറങ്ങിയെന്നറിയാം. അതായത് ഒരു 20 മിനിറ്റ് ഫോൺ റെസ്റ്റ് ചെയ്തു. അപ്പോൾ ചൂടില്ലായിരുന്നപ്പോൾ ഇറങ്ങിയ, വീണ്ടും വെയിൽ വന്നു. അപ്പോൾ വീണ്ടും ഫോൺ ഇവിടുന്ന് മാറ്റണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. കമന്റ് ബോക്സിലും പറയണം, ഞങ്ങൾക്ക് ഡയറക്റ്റ് അയച്ചു കമന്റ് ബോക്സിൽ പറയണം. എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ കമന്റ് വായിച്ചു നോക്കിയിട്ട് ഈ വണ്ടിയുടെ എന്തെങ്കിലും പരിപാടിയും കൂടി എടുക്കാനുണ്ടോ എല്ലാം നമുക്ക് നോക്കാം. ഞങ്ങൾ എല്ലാ കമന്റുകളും വായിക്കുന്നുണ്ട്. എന്നിട്ട് ഇവരോട് അത് പറഞ്ഞ് സജഷൻ പറഞ്ഞിട്ട് മാറ്റുന്നുമുണ്ട്. അതെ, നമുക്കറിയാത്ത കാര്യങ്ങൾ 100 കണക്കിന് കാര്യങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഐഡിയ ഉണ്ടാവും. അവരും കൂടെ പറഞ്ഞു നിങ്ങൾ അപരാധം എഴുതി വിടരുത്. ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്ന രീതിയിലൊക്കെ എഴുതാവുള്ളൂ. അതായത് ചില ആൾക്കാരുണ്ട് മാനസികമായിട്ട് എങ്ങനെ ഡൗൺ ആക്കാം. നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാം അവസാനിക്കുന്ന സമയത്താണ് നമ്മൾ തുടങ്ങുന്നത്. അതായത് ഈബിൾ ജെറ്റ് തീർന്നു എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഈബിൾ ജെറ്റ് ഓരോന്നും തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ അങ്ങനെ എഴുതി മനസ്സ് മടുപ്പില്ല. കാരണം എല്ലാ ദിവസവും മനസ്സ് ഓരോ പ്രശ്നങ്ങളാണ് നമുക്ക്. അപ്പോൾ ഓരോ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലേ ഭയ്യ പോലോ? ഉണ്ടോ ഭയ്യയ്ക്ക് വരെ അറിയാം. ഉണ്ടോ ആന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ പോകുന്ന നമ്മൾ നിങ്ങളിങ്ങനെ എഴുതി വെച്ചിട്ട് ഞാൻ ഉള്ള കാര്യം പറയാം. കമന്റ് ബോക്സിന്റെ അകത്ത് പകുതി ദിവസം നമ്മുടെ തന്തയ്ക്ക് വിളിക്കും. അത് വായിച്ച് കേൾപ്പിച്ചതിന് ഭയങ്കര പ്രശ്നം. നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ആഗ്രഹമാണ് ഈ വണ്ടി. കുറേ ആൾക്കാർക്ക് അത് മനസ്സിലായി. പിന്നെ ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ നമ്മുടെ, അതായത് 6 വർഷങ്ങൾക്ക് മുമ്പേ മുതൽ തുടങ്ങിയവരാ. അത് നമുക്ക് കറക്റ്റ് അറിയാം. കാരണം 6 വർഷം മുമ്പേ നമ്മൾ ഓമനിയോണ്ട് ഇറങ്ങാൻ നേരത്തെ എന്താണോ നമ്മുടെ ആ ഒരു സെറ്റപ്പ്, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ അന്ന് മുതൽ നമ്മൾ കാണുന്ന ആൾക്കാർ. പക്ഷേ അതിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട്
കുറച്ച് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി നോക്കും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക, അതായത് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒരു എന്താ പറയുക, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മളൊരു സാധനം മേടിക്കാൻ തീരുമാനിച്ചു, അതിനെ അത് തന്നെയാണ് നമ്മൾ പിന്നെ സ്വന്തമാക്കണം. അത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അല്ലല്ലോ ലിവിനെ? ആനേനെ മേടിക്കാൻ പറഞ്ഞിട്ട് വന്നിട്ട് അതിലും കുതിരേനെ മേടിച്ചിട്ട് പോവോ അല്ലേ? അല്ലേ भैया? मैं क्या बोलेगा, मेरे को आपको पता है ना, मेरे को नहीं पता. मैं बोलेगा गाड़ी का मैं बोलेगा मेरा लैंग्वेज में. ഇതിപ്പം നമ്മൾ വിദേശരാജ്യത്ത് എന്നോല്ലേ, നമ്മൾ ഇതേപോലെ പറയുമ്പോൾ അവനുമല്ല അറിയാം വിദേശിക്ക്. इंग्लिश नहीं ना आता हमको, थोड़ा कम आता है. ഇംഗ്ലീഷ് നയ്യേ, ഓ മലയാളമേ. മലയാളം. ഒരു വിചാരിച്ച ഇവിടെ അങ്ങനത്തെ കുറച്ച് കേസ് കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിൽ ഫുൾ ഇംഗ്ലീഷ് എന്നൊക്കെ ചില ആൾക്കാർ വിചാരിച്ചാക്കുന്നത്, ചില ആൾക്കാർ വിചാരിക്കുന്നത് ചില ആൾക്കാർ മാത്രമേ ഉള്ളെന്നാണ് വിചാരിച്ചാക്കുന്നത്. ഇത് പറഞ്ഞേക്കുന്നത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ 100% പഠിത്തമാണ് അല്ലേ? നമുക്കൊന്നും അറിയത്തില്ലല്ലോ. 100%. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാക്കി ഞാനേ ഒരു വയറ് മുറിച്ചപ്പോഴേ വന്ന് കാണിച്ചു. കത്തിയ വയറ്, കത്തിയ വയറ് കണ്ടോ? കതേഷ് കത്തിയ വണ്ടിയുടെ അല്ലല്ലോ ഇവനെ, അല്ലല്ലോ ആയിരിക്കൂല. കത്തിയ വണ്ടിയുടെ വയറ് ഏതെങ്കിലും കിട്ടൂല. ഇതൊക്കെ നേരത്തെ പടേഷായ. भैया सब कुछ वर्किंग है ना? रिकॉर्डिंग है सब. एक स्विच में नहीं चालू नहीं करेगा ना? सारा अलग अलग होगा. सब वर्क, पूरा स्विच वर्किंग. हाँ, हीटर मिलेगा? हीटर मिलेगा. हीटर मीटर देख लेंगे, पहले चालू करके देंगे. अरे यार उधर ज्यादा है ना, उधर जा. आइसक्रीम चाहिए आपको? आइसक्रीम चाहिए. आइसक्रीम चाहिए? आइसक्रीम चाहिए. चाहिए नहीं. चाहिए. हाँ. कौन सा वाला है देखने के लिए? पानी तो पी लो मैं थोड़ा. आओ यार. हाँ, और आइसक्रीम खाओ. देख आओ. पानी है तेरे पास ठंडा? ഏതാ ठंडा नहीं है. ഏതാണ് हाँ, ये टाइप दे दो. हाँ, इसमें डालने दे दो. बनाओ 1 मिनट में. हाँ, ഓ സർദാർജിക്ക് വേണമെന്ന് ചോദിക്കാം. സർദാർജിക്ക് മേടിച്ചു കൊടുത്തേ, നമ്മൾ കഴിക്കാൻ പറ്റൂല. പറ്റൂല. നമ്മൾ ഷുഗർ തീൻ ചെയ്തോ. ഓ, ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? അയ്യാ നഷ്ടം വരുവോ? ഏയ്, ബൈക്ക് നഷ്ടം വരില്ല, നമുക്ക് നഷ്ടം വരാം ഗൈസ്. അതായത് ഇവിടുത്തെ ഒരു രീതിയാണിത്. പാവം പാട്ടൊക്കെ ഓഫാക്കി, ലൈറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഉള്ളിലോട്ട് തള്ളി ഇടുന്നുണ്ട്. ഓ, ഇവൻ വെറുതെ ശ്രമിച്ചു. നീ എന്നെ മാപ്പ് ചോദിക്കുന്നു. നമ്മുടെ നാളെ പോലെ അല്ല കേട്ടോ. കുത്തി നിറച്ച് എല്ലാം സെറ്റപ്പ് ആക്കി തരും. അച്ചാസേ കരോ, ആസ്മേ കരോ. കിतना है एक के लिए? एक कितना है? हाँ, എത്ര? 20 രൂപ. 20 രൂപ. എന്നാലും കുത്തി കുറച്ച് വന്നല്ലോ അവന്. ഗൈസ്, നാട്ടിലെങ്ങാനും ചെന്നിട്ട് കുത്തി തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് നമ്മുടെ മുഖത്തൊക്കെ കുത്തും അല്ലേ? ഈ പെരുന്നാളിലൊക്കെ വരുന്നവര്. ഗൈസ്, ഞങ്ങൾ ഈ ഷുഗർ പരിപാടികളെല്ലാം മധുരമൊക്കെ നിർത്തി നമ്മൾ യാത്ര ചെയ്യുന്നവരാ. അപ്പം നമ്മൾ ഈ അനാവശ്യമായിട്ട് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പരിപാടി പാടും. അതുകൊണ്ട് ഇതൊക്കെ നേരത്തെ ഞങ്ങൾ പരിപാടി നിർത്തി. ഇത് ഒരെണ്ണത്തെ തന്നെ പല പല കളറാ. ഇതുകൊണ്ട് ഫുൾ ഐസാണ്. ഇത് നോക്കിയാൽ ഐസ് ഇട്ടേക്കും. ഐസ് എല്ലാം കണ്ടോ? എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഓ, ഇത് 20 രൂപയുടെ ഉണ്ടോ ഇവന്? ഇതുണ്ട് ഇവന്. खाओ पहले, मैं पानी पी लूंगा. ए मेरे को नहीं चाहिए, मैं आइसक्रीम नहीं खाएगा. क्या खाएगा? मैं थोड़ी खाऊंगा. आप खाओ अभी. आए दे दो यार, जल्दी दे दो. गाइस, मैं नहीं खाएगा. एक आदमी को दे दो. ये दोनों एक सरदार जी को. എത്ര അപ്പം? നീ കൊടുത്തു, ഞാനിത് സർദാർജിക്ക് കൊടുക്കട്ടെ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പം അപ്പുറത്തോട്ട് പോകും കേട്ടോ. അതായത് അപ്പുറത്തോട്ട് പോകേണ്ട കാര്യമുണ്ട്. ഇത് ഇവിടെ അണ്ണന്മാരുടെ പരിപാടി കഴിഞ്ഞാൽ അണ്ണന്മാർ കുറച്ച് റെസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ ബാക്കി പരിപാടിയുള്ളൂ. അതേസമയത്ത് നമ്മുടെ മറ്റേ അണ്ണൻ, അതായത് നമ്മുടെ വയറിങ് ചെയ്യുന്ന ശുക്കാമണി അണ്ണൻ ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ശുക്കാമണി അണ്ണൻ എന്നാണോ ചെയ്യുന്നത്? ആൾട്ടർനേറ്ററിന് കൊടുക്കുക. അഭി സ്റ്റാർട്ടായേगा? अभी कितना टाइम में स्टार्टिंग? वो तो मिस्त्री को पता है. वो मिस्त्री के. आपका वायरिंग का काम अभी दिए खत्म हो गया? अच्छा, अभी शुरू है, खत्म होगा. कितना बजे? देखेंगे ना, अभी इसको पहले स्टार्ट करने के. अच्छा, മേസ്ത്രിക്ക് പൂച്ചോന്നാ പറഞ്ഞത്. മേസ്ത്രി. ആ, ഇവന്റെ വയറിങ് കഴിഞ്ഞാൽ അവര് സ്റ്റാർട്ട് ചെയ്യാന്ന് അവര് പറയാം. ഇവൻ പറയുന്നത് അങ്ങോട്ട് പോയി. അവര് പറയുന്നത് അത് ഇനി താത്തിട്ട് മേളിലെ ബാക്കി എന്തൊക്കെ പരിപാടിയുണ്ട്. എയറൊക്കെ മൊത്തം സാധനങ്ങൾ പോവല്ലേ, എയറിൻ്റെ കാര്യങ്ങൾ, അതിനൊക്കെ പൈപ്പിന് കണക്ഷൻ കൊടുക്കാനൊക്കെ ഉണ്ട് മേളത്തെ ഈ സാധനം. സാധനം മസ്റ്റായിട്ട് നോക്കണേ കേട്ടോ. ഹാൻഡ് ബ്രേക്കിൻ്റെ സാധനങ്ങൾ. ഹാൻഡ് ബ്രേക്ക് വന്നിട്ട് ഇത് ഈ പുള്ളിയോട് എല്ലാവരും നമ്മൾ എല്ലാ കാര്യം പറഞ്ഞ് ഏൽപ്പിക്കേണ്ട കേട്ടാ. ഇവൻ വെറും ഇലക്ട്രീഷ്യൻ മാത്രമേ. കിतना? हाँ, आपका काम खत्म है? थोड़ा थोड़ा है. हाँ, അത് थोड़ा. ഒത്തിരി ഉണ്ടെന്നു. അവിടെയാണ് ഏറ്റവും വിഷയം. थोड़ा फिर करेंगे ना. हाँ, पीछे वाला लाइट जब गाड़ी करेगा ना, हाँ, तब शुरू करेगा. हाँ. बैक लाइट, स्टार्टिंग बैक लाइट आपको दूसरा लगा. स्टार्टिंग अभी कर देंगे. वो नहीं है, बैक लाइट है नहीं है, दूसरा दूसरा लगाएंगे. हाँ. दूसरा जो उधर ही है ना ज़्यादा. जो दूसरी गाड़ी को लगाया ना, हाँ. वो लगाएंगे. उधर पड़ा- ज़्यादा है ना. मैंने निकाल के रखा हुआ. हाँ, ഉദർ ആയേഗാ ഗാഡി. आज स्टार्ट हो गया ना, काम खत्म हो गया. ആജ് സ്റ്റാർട്ട്. जब जब कटिंग करेगा ना, हाँ, वो बोल्ट उतारेगा, हाँ. तभी उसको फिटिंग कर देगा. अच्छा. എന്നാ പറഞ്ഞു?
ഇതൊക്കെ അറിഞ്ഞിട്ടാണല്ലോ പിന്നെ അറിയില്ല എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവർ വിചാരിക്കും പിന്നെ പൊട്ടനെന്തും പറഞ്ഞു കൊടുക്കാമെന്ന്. അറിയാമെന്ന് വിചാരിച്ച് നിൽക്കുക. അപ്പോൾ അങ്ങനെ അതിൻ്റെ രീതി പൊക്കോളും. ഇനി എന്തൊക്കെയോ വയറ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം. क्या क्या लिए भैया रूट्स का ये क्या के लिए रूट्स? ये प्रेशर हॉर्न है। हाँ प्रेशर നൈസ് നൈസ് വരുന്ന കേട്ടോ. ഇതിന് അതിന് ഓപ്ഷനും സംഭവങ്ങളൊക്കെ ഉണ്ട്. 2 പൈപ്പേ ഉള്ളൂ അല്ലേ, പാകത്തൊന്നും അടിക്കൂല. അല്ല പെരവരെ നമുക്ക് ഇട്ട് പോകാലോ. ഇത് കമ്പനി ഇതായതുകൊണ്ട് നമുക്ക് ഇടാൻ വേണ്ടി പറ്റും. ആ ഗൈസ്, അപ്പോൾ ഓരോന്നായിട്ട് പുളിപുള്ളി ടൂൾ ബോക്സും സാധനമൊക്കെ എടുത്താൽ വന്നാക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ. വളരെ സന്തോഷമായ കാര്യങ്ങളാണ് നടക്കുന്നത്. എന്നാടാ വണ്ടിയുടെ ചാവി കിട്ടി. ഓ മേരെ ഗാഡിയുടെ ചാവിയേ ഏക് മിനിറ്റ്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ചാവി. ജീവിതത്തിൽ ആദ്യമായിട്ട് 24 വോൾട്ടുള്ളൊരു വണ്ടി ഞാനും ലിബിന് സ്വന്തമാക്കുകയാണ്. അതായത് ഞങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലൈലാൻഡ്, കേരളക്കാരനാണെങ്കിൽ ഒരു ലൈലാൻഡ് വേണമെന്നാണ് പറയുന്നത്, നോർത്ത് ഇന്ത്യക്കാരനാണെങ്കിൽ ഒരു ടാറ്റ വേണമെന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ താക്കോൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചിലപ്പോൾ ഇതിൻ്റെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്ഷനും സാധനമൊക്കെ അവൻ കൊണ്ടുവന്നത്. ഇങ്ങനെ പറഞ്ഞ് ഇട്ട് വെക്കുകയുള്ളൂ. ഇതൊരു മാഗ്നറ്റിക് കണ്ടിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് സ്വിച്ചിൽ പ്രസ് ചെയ്താണ്. പുഷ് ബട്ടനാണ് ഗൈസ് ഗാഡി, പുഷ് ബട്ടനാണ് ഗാഡി. ഇപ്പോഴത്തെ ന്യൂസ് ചാനലൊക്കെ പറയുന്നത് അത് അങ്ങോട്ട് നോക്കുന്നു പറയുന്ന പോലെ ഗൈസ് നമ്മൾ ഞെക്കുന്ന പുഷ് ബട്ടനാണ് നമ്മുടെ വണ്ടി. അപ്പം അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് കാര്യങ്ങൾ നടക്കുന്നു. ഇനി ഇവിടെ കുറച്ച് പരിപാടി, അതായത് എഞ്ചിൻ ഭാഗമായിട്ട് കുറച്ച് പരിപാടി, കുറച്ച് കണക്ഷനുകൾ കൊടുക്കാണ്ട്. അതായത് ഇത് കണ്ടോ, ഈ മേലിലേക്ക് നിങ്ങൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കുറച്ച് എയർ ഹോണുകളുടെ കളക്ഷനും സംഭവങ്ങളും കൊടുക്കാൻ വേണ്ടി കിടക്കുന്നത്. പവർ സ്റ്റിയറിംഗിൻ്റെ അല്ല കേട്ടോ, അത് എന്തിനാണ് നിങ്ങൾക്ക് മനസ്സിലായത്? പൈപ്പ് ഇത് എന്തിനാണ് ഹാൻഡ് ബ്രേക്കിൻ്റെ പൈപ്പോ എയർ നോക്കിന്റെ പൈപ്പോ അതൊക്കെ ഓൾറെഡി അവിടെ ഉണ്ടോ? എനിക്ക് പോകുമ്പോൾ ഓടിക്കുന്നൊക്കെ കേട്ടോ പറഞ്ഞത്. അടിക്കാലോ. നീ ഓടിക്കുമോ? ഓടിക്കും. എത്ര ദൂരം നീ ഓടിക്കും? ഒരു 300 കിലോമീറ്റർ ഓടിച്ചേക്കാം. ഗൈസ് നോക്കൂ, അതായത് എന്തിനാണ് പൈപ്പ് ഇവിടെ എങ്ങാനും ഉണ്ടായിരുന്നത്? ഇവിടെ എങ്ങാനും ആയിരുന്നു ആ പൈപ്പ്, ഡബിൾ പൈപ്പ്. ബേക്കിൽ കാണുന്നുണ്ടല്ലോ മേളിൽ. ബേക്കില്ല. ഇപ്പം ഞങ്ങളുടെ തുണിയൊക്കെ തീർന്നു ഞാൻ അലക്കാനൊരു സ്ഥലം കണ്ടുപിടിക്കണം. ഒന്ന് ഇവരോട് വാഷിംഗ് മെഷീൻ ഉണ്ടോ നോക്കണം, ഇല്ല അലക്കാൻ ആർക്കെങ്കിലും കൊടുക്കണം. അങ്ങനെ എന്തായാലും ചെയ്യണം. സ്ഥലം കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. അല്ല, അവരുടെ അടുത്ത് വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത് അലക്കിയാൽ പോരാടാ. അത് മതി. ഇല്ല നമുക്ക് ബാക്കി കാര്യങ്ങൾ. ഇവിടെ ഒരു എയർ പൈപ്പ് കാണുമല്ലോ, 2 പൈപ്പ് കാണണം, പക്ഷെ അത് കാണുന്നില്ല കേട്ടോ എവിടെയാണെന്നുള്ളത്. എന്തായാലും ഇല്ലെങ്കിൽ വണ്ടിയിലുള്ളതല്ലേ. അപ്പോൾ എനിക്ക് വേണമെന്ന് പറയാം, ഈ സാധനം കോലി എവിടെ നിന്ന് ഉണ്ടാക്കി തരും അല്ലേ ഗൈസ്. അതിൻ്റെ ഇപ്പോൾ എടുത്ത് നമ്മൾ കണ്ടതൊന്നും അല്ല കേട്ടോ സുഹൃത്തുക്കളെ. വേറൊരു യാർഡുണ്ട്. ആ യാർഡ് കണ്ടാൽ നിങ്ങളുടെ തല കറങ്ങിപ്പോവും. നമ്മൾ ചിലപ്പോൾ അടുത്ത ദിവസം അവിടെ കൊണ്ടുപോയിരിക്കും. അവിടെ അടുത്ത ദിവസം പോയി കഴിഞ്ഞാൽ അവിടെ അച്ചുപിച്ച് 150 ജിപ്സി ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ട്. അതേപോലെ ഇതിൻ്റെ ബേക്ക് ബോഡി മാറ്റണം അല്ലേ. ഇവിടെ തന്നെ 2,70,000 രൂപ, 80,000, 3 ലക്ഷം രൂപയാണ് ജിപ്സി. പിന്നെ 2,20,000, 50 അത്രയൊക്കെ വരും നമ്മുടെ എന്തിന് നമ്മുടെ എന്നാ പറയുന്നത് സുമോയ്ക്ക്. ഇവിടുത്തെ VIP വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കാണുന്ന മഹീന്ദ്ര സ്കോർപിയോ ആണ്. ഇന്ന് വണ്ടി സ്റ്റാർട്ടാവും, പക്ഷേ ഇന്ന് ഇവിടുന്ന് വണ്ടി എടുക്കത്തില്ല. ഇന്ന് സ്റ്റാർട്ടാണ് ഒരു വൈകുന്നേരം 7 മണി 6 മണിയൊക്കെ ആവും. അപ്പോൾ നമ്മൾ അതുവരെ നമ്മളെ കൂടുതൽ ഇങ്ങനെ നോക്കി നിൽക്കാം. എല്ലാം നമ്മൾ നിർബന്ധിച്ച് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഇവർ തന്നെ 2 കൂട്ടി അടിച്ചെങ്കിൽ സ്റ്റാർട്ടാക്കി. നമുക്ക് നാളെ പ്രതീക്ഷിക്കാം. ഇവിടുന്ന് വണ്ടി എടുക്കും കേട്ടോ. നാളെ ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ ഗോഡൗണിലേക്ക് പോകും. എടുത്തില്ലേ നമ്മുടെ ചട്ടകങ്ങൾ ഞങ്ങൾ അല്ലേ മാറ്റുമ്പോൾ ചട്ടങ്ങളെ. അതായത് ഇപ്പോൾ ഇവരിവിടെ ക്ലച്ചിൻ്റെ എയറിൻ്റെ ഒക്കെ പണി കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അതാണ് എയർ കംപ്രസർ, അതാണ് എയർ ഹോണിൻ്റെ ലൈൻ വലിക്കൽ, അത് കൊടുക്കൽ സംഭവം. പൈപ്പല്ലേ പൈപ്പടിയുണ്ട്. നമുക്ക് ക്ലച്ച് മാറ്റണ്ട പിന്നെ ക്ലച്ച് ഇവിടുന്ന് മാറ്റണ്ട. നാട്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ പുള്ളിക്കാരനെ കൊണ്ട് മാറ്റിച്ചാൽ വരെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പുള്ളിക്കാരനെ കൂടെ ഒന്നുകൂടെ ഫുള്ള് ചെക്ക് ചെയ്യിപ്പിക്കാം. നമുക്ക് വിശ്വാസമുള്ള ആളാണല്ലോ, വണ്ടി ഒന്ന് സക്സസ് ആക്കി തന്ന ആളാണ്. അപ്പോൾ നമുക്ക് സക്സസ് ആവും. അതായത് നമ്മൾ ഇവിടുന്ന് ഇപ്പം ക്ലച്ച് മാറാൻ തീരുമാനിക്കുന്നില്ല കേട്ടോ. എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റണി ചേട്ടനെ കൊണ്ട് നമുക്ക് പരമാവധി ആന്റണി ചേട്ടനെ കൊണ്ട് അലിയാരുടെ വലം കൈ ആന്റണി ചേട്ടനെ കൊണ്ട് നമുക്ക് ഈ വണ്ടി ഒന്ന് മൊത്തം ഒന്ന് നോക്കിക്കണം. എന്നാ പറഞ്ഞാൽ വീട്ടിൽ ചെന്നിട്ട് അത് പണി എടുത്തില്ലെങ്കിലും പണി എടുത്താലും അതായത് ഇത് .3 കേട്ടോ നമ്മുടെ ഇത് വരുന്നത്. തന്നെ ഇത് എന്തോ ഇത് .3 ഫ്രം ഇത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനമല്ലേ ഇവനെ? ആണോ? ഫ്രം TVS തമിഴ്നാട്. എല്ലാ സാധനവും നിങ്ങളെല്ലാവരും ഞങ്ങളെ കളിയാക്കി ഇത് പഴയ വണ്ടിയാന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ നോക്കി ഇത് ഞങ്ങൾ ആർമി ട്രക്ക് ഇറക്കാൻ പറ്റാത്ത സ്ഥലത്ത് ഞങ്ങൾ ഇറക്കി കാണിച്ചു അല്ലേ. പിന്നെ ഇതിനെ ഞങ്ങൾ പണിയുന്ന രീതി നിങ്ങൾ കണ്ടോണം, ഏത് രീതിയിലാണ് ഞങ്ങൾ പണിയുന്നത്. ഇത് പണിത് ഇതിന്റെ ഫുൾ ഔട്ട് വരുന്നത് ഫോട്ടോ കാണിക്കാൻ പറ്റും. ഒരു വർഷം എടുക്കും കേട്ടോ. കാരണം ഇതെങ്ങനെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക്ഷോപ്പ് ഓപ്പൺ ആവണം. നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്നാണ് നമ്മൾ പണിയുന്നത്. അല്ലാതെ നമ്മൾ പെയിന്റും സംഭവമൊക്കെ കുറച്ച് ഇന്റീരിയലും സംഭവമൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നുണ്ട്. കുറച്ച് സംഭവങ്ങൾ കുറച്ച് പരിപാടികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് അല്ല. നമ്മൾ ഒരു വർഷം കഴിഞ്ഞാണ് ഈ വണ്ടി മൊത്തം ഇതിൻ്റെ പ്രൊജക്റ്റ് നമ്മൾ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ വേറെ 2 വണ്ടിയും കൂടി ഈ വർഷം എടുക്കുന്നുണ്ട്.
ഒന്നൊരു ട്രക്കാണ്, ഒന്ന് ഒരു സർപ്രൈസാണ്. അപ്പോൾ 2 വണ്ടി കൂടെയാണ് ഈ വർഷം 2027. ഇത് 27 is my e-Bulljet. അല്ല, നമ്മൾ 26 നമ്മുടെയാണെന്ന് പറഞ്ഞത്. ഈ 27 is my 26 ലാസ്റ്റോടുകൂടി വർക്ക്ഷോപ്പ് തുടങ്ങണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഡ്രീം ആൻഡ് ഗോള്. ഒരു സ്ഥലം മേടിച്ച് 26 ലാസ്റ്റിൽ 27 സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരു 28-29 യാത്ര നിർത്തണമെന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. അപ്പം അങ്ങനെ കുറേ പ്ലാനുകളുണ്ട്. സൗണ്ട് നന്നാകുമ്പോൾ എല്ലാം നിർത്തിക്കളയും. അതെ അതെ അല്ലേ. അപ്പോൾ നമ്മൾ 27 ആകുമ്പോഴത്തേനും ഞങ്ങൾ യാത്ര പൂർണ്ണമായിട്ട് നിർത്താം. 27-28 ആഫ്രിക്ക അമേരിക്ക അടിച്ചു വരുമ്പോൾ ഉള്ളൂ 2 ഭൂഖണ്ഡം. അതെ, ഇനി 2 ഭൂഖണ്ഡം കൂടെ നമുക്ക് നമ്മുടെ പരിപാടി നമ്മളെല്ലാം കണ്ടു കഴിയും ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും ഇവരുടെ പരിപാടിയും സംഭവങ്ങളും ഓരോ നടക്കട്ടെ. ഞങ്ങൾ നേരെ കോഹ്ലിയുടെ ഗ്യാരേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് പരിപാടിയും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇവരിവിടെ എയർ ക്ലച്ചിന്റെ എന്താ പരിപാടി? എനിക്ക് ക്ലച്ചിന്റെ വിശ്വാസം പുള്ളിക്കാരൻ കറക്റ്റായിട്ട് ചെയ്തിരുന്നു അല്ലേ. പുള്ളിക്കാരൻ നമ്മളായിട്ട് ഒരു മറ്റവൻ്റെ അടുത്ത് ആക്കിയായിരുന്നു നമ്മൾ മുമ്പിൽ പോയത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊരു സ്ഥലത്ത് ചെന്നിട്ട് മിണ്ടാത്ത സൂട്ടും കോട്ടും ഒക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ കുടിച്ച് അവിടെ മര്യാദയ്ക്ക് ഇരിക്കുവാന്ന് ചോദിച്ചാൽ ഇവരൊക്കെ അവൻ ഭയങ്കര ജാടയായിട്ട് അവിടെ നിൽക്കുന്നത്. എന്നിട്ട് ഇവരുടെ കൂടെ ഇച്ചിരി പണിയൊക്കെ ഹെൽപ്പ് ചെയ്ത് ഇവരുടെ കൂടെ ജോലി അടിച്ച് നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ഇവർ അന്നമായിട്ട് ചെയ്തു തരും. നമ്മൾ പറയാതെ അല്ലേ നമ്മുടെ വണ്ടിയുടെ എല്ലാ കാര്യം ഇവർ ചെയ്തു തന്നെ. നമ്മൾ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ടാണ് ചെയ്തു തന്നെ. അതേ സമയത്ത് നമ്മൾ വഴി കടന്നിട്ട് നമ്മൾ പെടും അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ. അതായത് ഇത് മുതൽ എല്ലാ സാധനം മാറ്റണം. ഇത് മാറ്റണം, മിറർ മാറ്റണം, ഈ ഗ്ലാസ് മാറ്റണം, പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയൽ കുറച്ച് പണിയെടുക്കാണ്ട് 2 സീറ്റ് മേടിക്കണം ഫ്രണ്ടില്. അല്ല, അവിടെ ഉണ്ടെന്ന് നോക്കണം നല്ലത്. അല്ലാതെ എടുക്കണം, അല്ല ഇതുകൊണ്ട് അവിടെ അടുപ്പിക്കാം. 2 സീറ്റ് കണ്ടുവച്ചിട്ടുണ്ട്, അത് അടുപ്പിച്ചാൽ പോലെ. പിന്നെ ഈ സ്റ്റിയറിംഗ് മാറ്റണം, ബേക്കിലെ സാധനം മാറ്റണം, ഇതിലുള്ള റെക്സിനുകൾ, പിന്നെ ഇത് വെക്കണം. അതായത് എന്ത് വെക്കണം, പിന്നെ മറ്റേ സീറ്റ് ബെൽറ്റ് ഇടണം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സാധനം ഇതുകൊണ്ടോ ഈ സാധനം മാറ്റണം. ഒക്കെ മാറ്റുമ്പോൾ അത്യാവശ്യം ഒരു 5-6 ദിവസം ഇനി എടുക്കണം. നമ്മളൊരു കുറഞ്ഞൊരു 6 ദിവസമാണ് പ്രതീക്ഷിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 12 ദിവസം പ്രതീക്ഷിച്ചു. 6 ദിവസമൊക്കെ മതി. പോടാ, 12 ദിവസം തന്നെ. ഇനി അവിടെ കിടന്ന് 12 ദിവസത്തിനുള്ള പണിയൊന്നുമില്ല. ഇയാളിത് മൊത്തം കറക്റ്റാണ് ചെയ്തെങ്കിൽ, ഈ സർദാർജി ഇതെല്ലാം കറക്റ്റാണ് ചെയ്തെങ്കിൽ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടേണ്ട അങ്ങനെ ഒന്നും പ്രശ്നങ്ങളും വരില്ല. കറക്റ്റ് അല്ലെങ്കിൽ മാറ്റിയിടാൻ വേണ്ടി നല്ല സമയം അങ്ങോട്ടും ഇങ്ങോട്ട് പോകും. ക്യാബിൻ മാറ്റി വെക്കേണ്ട സാഹചര്യം വന്നാൽ മാത്രമേ നമുക്ക് 5 ദിവസം എടുക്കും കേട്ടോ. മറ്റന്മാരുടെ അടുത്ത് നമുക്ക് പോകണ്ടേ? വേണ്ട, എന്ത് പണിയെടുത്ത് സർച്ചാർജും അങ്ങോട്ട് വന്നാൽ മതി. വണ്ടി ഓടിക്കാൻ അറിയത്തില്ലാത്തവർ മെക്കാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നെ ഓർക്കുന്നത് അല്ലേ. ആകെ അവർക്ക് ടയറിന്റെ പരിപാടി ചെയ്യാൻ വേണ്ടി പറ്റും. വണ്ടി ഓടിച്ചു നോക്കിയാലേ വണ്ടിയുടെ കംപ്ലൈന്റ് അറിയൂ. അയ്യോ, ആ സാധനത്തിന് പോയത് ഷെയർ ഓട്ടോയ്ക്ക് അത് പോയി അത് പോട്ടെ കൈസ്. അതായത് ഇത് കണ്ട, ഇവിടെ എയറിൻ്റെ കാമും സംഭവങ്ങളും ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എയറിൻ്റെ പണി ഓരോന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം പരിപാടി സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. എയർ भैया इसमें अंदर है ना अच्छा सामान डालेगा ना, स्विच अच्छा है, सब कुछ अच्छा डालेगा है ना. അതിൻ്റെ എല്ലാം പുതിയത് മേടിച്ചുകൊണ്ട് പോകുമ്പോൾ പഴയത് ഇതിനകത്ത് ഇട്ടിട്ട് പുതിയത് മേടിക്കണം. പിന്നെ വൈപ്പറൊക്കെ വർക്ക് ചെയ്യുന്ന കറക്റ്റാണെന്നൊക്കെ നോക്കാം. ഇത് ഇച്ചിരി മുന്നോട്ട് തട്ടേണ്ടി വരും, എന്നാലും ഇത് കറക്റ്റാവും. ഇതൊക്കെ ഇച്ചിരി പീസുകൾ സംഭവങ്ങളൊക്കെ മാറ്റി ക്യാബിനുള്ള പ്രശ്നം വെച്ചാൽ ഇതാണ് ഇത് അടി കിട്ടിയ പോലെ. ഇതെനിക്ക് തോന്നുന്നു ടോയ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, പുള്ളി കയറിയതാ അല്ലേ. വണ്ടിയുടെ പ്രശ്നമാണ്. ഈ വണ്ടി മൊത്തം ടോയ് ചെയ്യുമ്പോഴാണ് ഇത് മൊത്തം നശിക്കുന്നത് അല്ലേ. ഇവർ ലാഭത്തിന് വേണ്ടി 3-4 വണ്ടി ഒരുമിച്ച് വലിക്കും. ഇത് ഇലക്ട്രിക്കൽ ടെർമിനൽ സാധനങ്ങളൊക്കെ ഇവിടെ വന്നു കേട്ടോ. ബാറ്ററിയിലേക്ക് നമ്മുടെ ഗിയറിന്റെ സാധനങ്ങളൊക്കെ ഉള്ളിലോട്ട് കയറ്റി വിടുന്നു. ഗിയറിന്റെ അത് എയർ ബ്രേക്കിന്റെ ഇടാ. എയർ ബ്രേക്കിന്റെ ഇത് എയർ ബ്രേക്ക് അല്ലല്ലോ. എയർ ബ്രേക്കാണ് മേളിൽ കാണുന്നത്. ആ പുള്ളി ഇപ്പൊ കണക്ഷൻ കൊടുത്തില്ലേ, ആ കാണുന്ന എയർ ബ്രേക്കിന്റെ ലോക്കും ഇതുവാ ഇടുന്നതും. ബ്രേക്ക് കയറാണല്ലോ, അവിടുത്തെ ക്ലച്ചാണ്. അവിടുത്തെ ക്ലച്ചാണ് അതിന്റെ സംഭവങ്ങളും കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ പൈപ്പ് അങ്ങനത്തെ പരിപാടികൾ, ഈ സാധനങ്ങൾ അങ്ങനത്തെ കുറച്ച് പരിപാടികൾ സംഭവങ്ങളുണ്ട്. ഓയില് ഫൈനൽ സ്റ്റേജ് ആയി. നിങ്ങേക്കാം ഇന്നത്തെ പോയേക്കാം. सरदार जी बाय बाय, कल देखेगा. कल स्टार्टिंग है ना, आज स्टार्टिंग है. कितना बजे अभी चल रहा है, थोड़ा बहुत पाइपें है ना लगाने. अच्छा, സ്റ്റാർട്ട് ചെയ്തോട്ടല്ലേ? സ്റ്റാർട്ട് ചെയ്തോട്ടെ, നമുക്ക് നാളെ വരാം. നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ മൊത്തം സാധനം കൊണ്ട് കൊടുക്കും. നോക്കിയിട്ടായി ചെയ്യട്ടെ, പോകുന്നതല്ലേ. ഞങ്ങൾ പോവുകയാണേ. നാളെ ഇത് സ്റ്റാർട്ടാവും. നമുക്ക് നാളെ വന്ന് കാണാം കേട്ടോ, അതായിരിക്കും നല്ലത്. പിന്നെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യട്ടെ അല്ലടാ. നല്ല അവിടെ നിൽക്കണ്ട, എൻ്റെ നമ്മളുള്ളവരാണ് അവർ തപ്പി കളിക്കുന്നത്. അത് അവർ ഏതിലങ്ങ് ചെയ്യട്ടെ. ചില സാധനങ്ങളൊക്കെ അടിച്ചും പിടിച്ചൊക്കെ ആക്കി ഇതിനകത്ത് കയറ്റണ്ടേ. നമ്മളുള്ള സമയത്ത് ഇവർ അടിക്കൂല. എൻ്റെ ഒരു വിശ്വാസം പുള്ളി പണിത് വീണ്ടും പണിയേണ്ട വരില്ല എന്നുള്ളതാണ്. ഇവിടെ 2-3 വണ്ടി പണിത് വണ്ടി വീണ്ടും സാധനങ്ങൾ മാറ്റിയിട്ട് അങ്ങനെ കുറേ സമയം പോയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഗതി വരില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പൊട്ടൻ പോയി പോട്ടെ ഗൈസ്. എന്തായാലും നമുക്ക് നേരെ അപ്പുറം കിടക്കാം. ഇവിടുത്തെ ബൈക്കാരെ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഒരു ഭയങ്കര സ്പീഡിലാണ്. ശ്രദ്ധിച്ചോ, മുഖം കാണാൻ, അതാണ് ഹെൽമെറ്റ് ഇടൂല.
മീശപ്പിരി ആൾക്കാരെ കാണുമ്പോൾ അല്ലേ? നമുക്ക് ഇവിടുത്തെ കോഴി വണ്ടികളാണ്, കോഴി സാധനങ്ങൾ നമ്മൾ കൊണ്ട് നമുക്ക് നേരെ ചോക്കിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ചോക്കിലേക്ക് പോകുന്ന വണ്ടിയാണ് നമുക്ക് പിടിക്കേണ്ട ഓട്ടോ. അപ്പോൾ ആ ചോക്കിലേക്കുള്ള വണ്ടിയിലേക്ക് കയറിയിട്ട് ഒരു ഓട്ടോ വരുന്നുണ്ട്. ചോക്കിൽ കയറിയിട്ട് അവിടെ നിന്ന് ഇച്ചിരി നടക്കുള്ളൂ. പോകുന്ന വഴിക്ക് മറ്റേ കുപ്പി എടുക്കണ്ടേ, വീഡിയോ എടുക്കാം. അവിടെ ചെന്ന് ചോദിക്കണ്ടേ ആൾക്കാർ 2 കുപ്പി എടുക്കണം. അന്ന് അവിടെ കുപ്പി എടുത്ത് അന്ന് അവിടെ കത്തിപ്പോയി. ദൈവത്തിനറിയാം എന്താ, അവിടുന്ന് കുപ്പി എടുക്കണം വീഡിയോ ചെയ്യാൻ വേണ്ടി. വണ്ടിക്ക് കഴിഞ്ഞിട്ട് എടാ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ പണി വാളുവോ? ഓടിക്കാറാ പൈസ ഉണ്ടോടാ? അതിന് പൈസ ഇല്ല, ഗൂഗിൾ പേ എടുക്കാം. അത് മിണ്ടാണ്ട കയറിക്കോ, അവസാനം നമുക്ക് എന്തെങ്കിലും ആക്കാം. അയ്യാ ഞാനും കയറിയിട്ടില്ല. കയറിയോ? കയറി നൈസ്. ഫൈനലി ഞങ്ങൾ അങ്ങനെ ഓട്ടോയുടെ ബേക്കിൽ കയറിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടി അങ്ങനെ ഇവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. നാളെ കാണട്ടെ, ഇന്ന് സ്റ്റാർട്ട് ആവും. നമുക്കും അറിയാം ഇന്ന് ഇരുന്നാൽ ശരിയാവില്ല. നാളെ ശരിയാക്കാം അല്ലേ? നാളെ നാളെ ഇത് നോക്കിയാൽ മതി കേട്ടോ. 20 രൂപ ഓട്ടോ ഉള്ളു. ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നിസാര പൈസയുടെ ഓട്ടോ ഉള്ളു. നമ്മൾ ഊമ്പിക്കപ്പെട്ട് പോയതാണ്. ആദ്യം നമ്മളൊരു ദിവസം 400 രൂപയുടെ യാത്ര ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞങ്ങൾ 80 രൂപയൊക്കെ ചുരുക്കി. കണ്ടോ, നല്ലൊരു വണ്ടി, കണ്ടീഷൻ വണ്ടി. ഇപ്പം നിർത്തി കച്ചവടം ചെയ്താലോ? നമ്മുടെ നാട്ടിലെ ശരിക്കും മറ്റേ ഇതില്ലേ പോളോ, അത് സാധനം എഞ്ചിൻ ഊരി പണിയാനുള്ള ആൾക്കാർ നല്ലതില്ല. ഇതൊക്കെ യൂറോപ്പിലൊക്കെ എത്ര കാലം കഴിഞ്ഞ വണ്ടികൾ ഇപ്പോൾ ഓടി പണിയുന്നുണ്ടെന്ന് അറിയാം. ഗായ്സ്, ഇന്ന് നമ്മളുള്ളൊരു ഹോട്ടലിൻ്റെ പുറത്തായിട്ട് ഇതുണ്ടാ കാണിച്ചു തരാം. റീൽസ് എടുക്കാൻ വേണ്ടി കുപ്പി വെപ്പിക്കാൻ വേണ്ടി വന്നാൽ കമാൻ ഗായ്സ്, കമാൻ. ഇഷ്ടമുള്ള ആണോ ഒന്നും വിചാരിക്കില്ല. ഇതിൽ ഏറ്റവും ഡിമാൻഡുള്ള സാധനം എടുക്കണം. ഇത് ക്വാർട്ടർ. ഏറ്റവും ചെറുതെടുത്തോ. റോയൽ സ്റ്റാങ് നല്ല ഐശ്വര്യമായിരുന്നു കേട്ടോ. റോയൽ സ്റ്റാഞ്ച് എടുത്തോ, ചെറുതും എടുത്തോ. ഇത് റോയൽ ചലഞ്ചാ. ആൾക്കാർക്ക് അറിയാവുന്ന എടുക്കണേ. ഇതെല്ലാം കാലിക്കുപ്പി കേട്ടോ, ഇതൊന്നും ഉള്ള സാധനങ്ങളല്ല. ഫോർ സെയിൽ ഉള്ളി പഞ്ചാബ് ബാലൻസ്. ഇത് നല്ല സാധനം. പിന്നെ അതാ കളർ കിട്ടും. ഇതാ വൈറ്റമിൻസും അല്ലേ. ഈ ആർട്ട് എന്ന് വെച്ചാണല്ലോ ഇത് ഭയങ്കര. നമ്മൾ ഷോർട്ട് ഫിലിം ആ ഫിക്രോൻ്റെ കൂടുതൽ എടുത്താൽ പിന്നെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയാം. ആർട്ട് ഡയറക്റ്റ് അല്ലേ പിന്നെ ഇതിന്റെ ബേസിക് എന്നാന്ന് പഠിപ്പിച്ചത് നമ്മളെ ഫിക്രോ അല്ലേ? അതെ അല്ലേ? നമ്മളുള്ള കാര്യം ഉള്ള പോലെ തുറന്നു പറയണം. അതെ, പിന്നെ അവനെല്ലാം പഠിച്ചു അല്ലേ പിന്നെ. അടി ഒറ്റ കുപ്പി പോരെ? അതിൽ ഒന്നും മതി. അല്ല, ഒരെണ്ണം പൊട്ടിക്കാൻ വേണം. ഒരു ചെറുത് വേണം, ഏറ്റവും ചെറുത്. അതെന്തിനാ? അതല്ലേ അവസാനം പൊട്ടിക്കുന്നത്. ഇവിടെ ഉണ്ടല്ലോ ഈ പുറത്തുനിന്ന് സാധനം മേടിച്ചിട്ട് ഇതേപോലെയുള്ള സ്ഥലത്തു നിന്ന് അടിക്കാം, കുഴപ്പമൊന്നുമില്ല. 3 കുപ്പി പുള്ളി എനിക്ക് കവർ ഇട്ട് തന്നു. ഈ ബൈക്ക് കൂടെ പോവാ, ബൈക്ക് കൂടെ പോവാ. അതിലേ പോകണ്ടേ? അല്ല, ഇതിലെ 3 കുപ്പി കവർ ഇട്ട് തന്നു. നമുക്ക് ഇതിലെ പോയിട്ട് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടിക്ക് ഇറങ്ങാം കേട്ടോ. കൊക്കോള കൊക്കോള കുറേ പരിപാടിയുണ്ട് ഗൈസ് ചെയ്ത്